ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു വന്നു സ്പോഞ്ചുകൾ. എന്താണ് സ്പോഞ്ചുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടലിന്റെ അടിത്തട്ടിലൊക്കെ ഉള്ള ഇങ്ങനെയൊക്കെ ഉള്ള ഓരോ കുഴലുകളൊക്കെ ഈ മറ്റേ പണ്ട് വിരലിലിട്ട് കടിക്കുന്ന മിഠായികളൊക്കെ ഉണ്ടായിരുന്നല്ലോ. എന്താ പറയാ വിരൽ മിഠായി, അതുപോലെയൊക്കെ ഉള്ള ഓരോരോ ട്യൂബുകളൊക്കെ ആയിട്ടാണ് സ്പോഞ്ചുകൾ ഇങ്ങനെ നിൽക്കുക. മനസ്സിലായില്ലേ? ഇതൊക്കെയാണ് സ്പോഞ്ചുകൾ. അപ്പൊ ഈ സ്പോഞ്ചുകൾ എന്ത് ചെയ്യും? കടലിന്റെ അടിത്തട്ടിൽ ഇങ്ങനെ നിൽക്കുന്ന ജീവികളാണ്. അപ്പൊ അതിനകത്ത് എന്തുണ്ട്? സ്പോഞ്ചുകളുടെ ശരീരത്തിന്, അതിനകത്ത് സ്പോഞ്ചിന് നമുക്ക് എല്ലുണ്ടല്ലോ, നമുക്ക് നിവർന്ന് നിൽക്കാൻ എന്ന് പറയുന്ന പോലെ സ്പോഞ്ചിന് അതിനകത്ത് സ്കെലിട്ടൻ, അതിന്റെ പുറത്തുള്ള അതിന് ശക്തി കൊടുക്കുന്ന അതിന്റെ സ്കെലിട്ടൻ ആണ് എന്ത്? സ്പിക്യൂള്. സ്പോഞ്ചിൽ എന്തുണ്ട്? സ്പിക്യൂൾ ഉണ്ട്, അല്ലെങ്കിൽ അതിനെ എന്ത് വിളിക്കാറുണ്ട്? സ്പോഞ്ചിൻ ഫൈബേഴ്സ് എന്ന് വിളിക്കാറുണ്ട്. അപ്പൊ ഇത് സെറ്റായവർ ഒരു ലൈക്ക് അടിച്ച്, നിങ്ങൾ ലൈക്കൊക്കെ കണ്ടിട്ട് കുറെ നാളായി. ലൈക്ക് അടിച്ച്, ഒരു ലൈക്ക് അടിക്കൂ എല്ലാവരും. അതിനകത്ത് ലൈക്ക് അടിക്കൂ, നിങ്ങൾ ലൈക്ക് അടിക്കൂ. ഓക്കെ, അപ്പം അതിനകത്ത് കുറെ പേര് ഇനിയും ജോയിൻ ആകാനുണ്ടല്ലോ. അവരൊക്കെ എന്ത് ചെയ്തു? അപ്പം അതിനകത്ത് ഫൈലം പോരിഫറ, സ്പിക്യൂൾസ് ഉണ്ട്, സ്പോഞ്ചോസീൽ ഉണ്ട്. പിന്നെ ഈ സ്പോഞ്ചിന്റെ ശരീരത്തിൽ എന്തുണ്ട്? സ്പോഞ്ചിന്റെ ശരീരത്തിൽ ഒരു ക്യാവിറ്റി ഉണ്ട് കേട്ടോ. സ്പോഞ്ചിന്റെ ശരീരത്തിൽ എന്തുണ്ട്? സ്പോഞ്ചിന്റെ ശരീരത്തിൽ നമുക്കറിയാം, സ്പോഞ്ചിന്റെ ശരീരത്തിലൊക്കെ എന്താണ്? ഓട്ടകളാണ്. ഈ ഓട്ടകൾ എന്താ വിളിക്കുക? ഓസ്റ്റിയ. സ്പോഞ്ച് എന്താണ്? സ്പോഞ്ച് ഇതാണ് ഓസ്റ്റിയ. എന്നിട്ട് അതിലൂടെ ഒക്കെ എന്ത് ചെയ്യും? വെള്ളം കയറും. വെള്ളം കയറുന്നത് എന്തിനാണ്? അതിൻ്റെ ഫുഡാണ് സംഗതി. അത് എൻ്റെ ഫുഡൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായില്ലേ? ഇനി ആ ഫുഡുകളൊക്കെ എങ്ങോട്ടേക്ക് കയറും? അതിൻ്റെ ക്യാവിറ്റി ഉണ്ട്, അതിൻ്റെ ബോഡിയിൽ എന്തുണ്ട്? സ്പേസ് ഉണ്ട്, ഒരു അറയുണ്ട്. ഈ അറയെ എന്താ വിളിക്കുക? സ്പോഞ്ചോസീൽ. എന്താണ്? സ്പോഞ്ചോസീൽ. അതിനെ ലൈൻ ചെയ്തിട്ട് എന്തുണ്ട്? ഫ്ലജല്ലേറ്റഡ് ആയിട്ടുള്ള ഒരു ചലിക്കാൻ കഴിവുള്ള അറ്റത്തൊരു വാല് പോലുള്ള ഫ്ലജല്ല ഉള്ള സെല്ലുകളുണ്ട്. ഇതിനെ എന്താ വിളിക്കുക? കൊയാനോസൈറ്റുകൾ. എന്ത് സൈറ്റുകളാണ്? കൊയാനോസൈറ്റുകൾ. മനസ്സിലായില്ലേ? അപ്പോൾ അതാണ്. അപ്പോൾ കൊയാനോസൈറ്റുകൾ അല്ലെങ്കിൽ കോളാർ സെല്ലുകൾ എന്നും വിളിക്കാറുണ്ട്. കോളാർ സെൽസ്. അപ്പം അത് നിങ്ങൾക്ക് മനസ്സിലായി. എന്താ സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പോഞ്ച് നോക്കൂ നിങ്ങൾ. ഈ സ്പോഞ്ചിൻ്റെ ശരീരത്തിൽ എന്താണ്? ഓട്ടകളാണ്. ഓട്ടകൾ സ്പോഞ്ചിൻ്റെ ശരീരത്തിലൊക്കെ എന്താണ്? ഓട്ടകളാണ്. അപ്പോൾ ഇതിലൂടെ എന്ത് ചെയ്യും? വെള്ളം കയറും. വെള്ളം കയറിയിട്ട് സ്പോഞ്ചിൻ്റെ ഉള്ളിൽ ഒരു അറയുണ്ട്. ആ അറയിനെ നമ്മൾ എന്താ വിളിക്കുക? സ്പോഞ്ചോസീൽ. എന്താണ്? സ്പോഞ്ചോസീൽ. അപ്പൊ സ്പോഞ്ചോസീൽ ഉണ്ടെന്ന് മനസ്സിലായി. അവിടെ ഇതൊക്കെ ഭക്ഷണങ്ങളൊക്കെ ശരിയാക്കാനും അങ്ങോട്ട് കാര്യങ്ങളൊക്കെ വരുമ്പം അതിനകത്ത് റെഡിയാക്കണ്ടേ. അപ്പൊ അവിടെ കോശങ്ങളുണ്ട്, അതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഫുഡൊക്കെ എത്തിക്കഴിഞ്ഞാൽ അതിനകത്ത് കൊയാനോസൈറ്റുകളാണ്. ഇവിടെ എന്തുണ്ട്? കൊയാനോസൈറ്റുകൾ അല്ലെങ്കിൽ കോളാർ സെല്ലുകൾ ലൈൻ ചെയ്തിരിക്കുകയാണ് അവിടെ. അപ്പോൾ സ്പോഞ്ചിൻ്റെ ക്യാവിറ്റിയാണ് സ്പോഞ്ചോസീൽ. ലൈൻഡ് ബൈ, അതിനെ ലൈൻ ചെയ്തിരിക്കുന്നത് ആരാണ്? കൊയാനോസൈറ്റുകളാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പഠിച്ചു പോയി കഴിഞ്ഞാൽ പരീക്ഷ മാർക്ക് കിട്ടുന്നേ. അതന്നെ, കൊയാനോസൈറ്റ്സ് ഓർ കോളാർ സെൽസ്. അപ്പോൾ ഇത് സെറ്റ് ആണെങ്കിൽ ലൈക്ക് അടിച്ച്. അപ്പോൾ ഇതങ്ങോട്ട് പഠിക്കുക. സെറ്റായി, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി പിന്നെ സ്പോഞ്ചിൽ ചോദിക്കാറുണ്ട്. ഈ സ്പോഞ്ചിൻ്റെ ഓസ്റ്റിയാണ് കേട്ടോ അത്. സ്പോഞ്ചിൻ്റെ ഓട്ടകൾ എന്താ വിളിക്കുക? ഓസ്റ്റിയ. ഇനി സ്പോഞ്ചിൻ്റെ ഈ വെള്ളം ഇങ്ങനെ കയറിക്കഴിഞ്ഞാൽ സ്പോഞ്ചിന് എന്താവും? പണി കിട്ടൂലേ? അപ്പം വെള്ളം പുറത്തേക്ക് പോകണ്ടേ? അപ്പോൾ അതിന് ഒരുപാട് അതിലൂടെ വെള്ളം കയറുന്നില്ലേ? അപ്പോൾ പോകുന്ന കൊയല് വലുതാവണ്ടേ? അങ്ങനെ ആലോചിച്ചാൽ മതി. അപ്പോൾ ഓസ്കുലം, കാരണം ഇതിലൂടെ ഒക്കെ വെള്ളം അടിച്ച് കയറിയല്ലേ ഇങ്ങോട്ടേക്ക്. അപ്പം അതിനകത്ത് വെള്ളം ഇങ്ങോട്ടേക്ക് കയറി കഴിഞ്ഞാൽ സ്പോഞ്ചിൽ എന്ത് വരും? ഒരു പ്രളയം. മനസ്സിലായില്ലേ? മിന്നൽ പ്രളയം നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പൈപ്പ് തുറന്നു വെച്ചിട്ടുണ്ട്. ഇതിലൂടെ ആ വെള്ളം പോകുന്നേ. അപ്പം അതന്നെ. അപ്പോൾ ഓസ്കുലം അതാണ് സ്പോഞ്ച്. മനസ്സിലായില്ലേ? അപ്പോൾ കൊയാനോസൈറ്റുകൾ, കോളാർ സെല്ലുകൾ. അപ്പോൾ ഈ ട്രാൻസ്പോർട്ടിന് എന്താ വിളിക്കാന്നറിയോ? ഇതിനെ വിളിക്കാന്നറിയോ? വെള്ളം ഇങ്ങനെ കയറിയിട്ടേ വെള്ളം ഇങ്ങനെ പോകുന്നു. ഇതിനെ എന്താണ്? വാട്ടർ കനാൽ സിസ്റ്റം. ഇത് എന്ത് സിസ്റ്റമാണ്? വാട്ടർ കനാൽ സിസ്റ്റമാണ്. വാട്ടർ കനാൽ സിസ്റ്റം അല്ലെങ്കിൽ എന്ത് വിളിക്കാറുണ്ട്? വാട്ടർ ട്രാൻസ്പോർട്ട് സിസ്റ്റം. എന്ത് സിസ്റ്റമാണ്? വാട്ടർ കനാൽ സിസ്റ്റം ഓർ വാട്ടർ ട്രാൻസ്പോർട്ട് സിസ്റ്റം. അപ്പം അതിനകത്ത് വാട്ടർ കനാൽ സിസ്റ്റം ആൻഡ് വാട്ടർ ട്രാൻസ്പോർട്ട് സിസ്റ്റം. അപ്പം എന്ത് സിസ്റ്റമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനെ പറയുന്ന പരിപാടിയാണ് വാട്ടർ കനാൽ സിസ്റ്റം. ഇത് ചോദിക്കാറുണ്ട് പരീക്ഷയ്ക്കുന്നേ. നിങ്ങൾ ഇതിനകത്ത് ഇങ്ങനെ പഠിച്ചു വെക്കൂ, മാർക്ക് വാങ്ങണ്ടേ. അപ്പം ഇതെന്താണ്? വാട്ടർ കനാൽ സിസ്റ്റമാണ്. ഇതെന്ത് സിസ്റ്റമാണ്? വാട്ടർ കനാൽ സിസ്റ്റമാണ്. അപ്പം ഇതിന്ന് വെള്ളം എന്ത് ചെയ്യുന്നുണ്ട്? പുറത്തേക്ക് പോകുന്നുണ്ട്.
അല്ലേ സ്പോഞ്ചിന്റെ വയറ് പൊട്ടിപ്പോവില്ലേ? നിങ്ങൾ എന്താ വിചാരിക്കുന്നത്? വെള്ളം ഇങ്ങനെ അങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞാൽ ഇത് എന്താ ഒന്നാകെ ഇങ്ങോട്ട് വെള്ളം കയറി കഴിഞ്ഞാൽ സ്പോഞ്ച് ഇല്ല അടിച്ചു പോവില്ലേ? അപ്പോൾ വലിയൊരു പൈപ്പ് ഇവിടെ തുറന്നു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വെള്ളം വന്നിട്ട് ഇങ്ങനെ വെള്ളം പോകുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വാട്ടർ കനാൽ. ഇതൊരു കനാലല്ലേ? കനാലിലൂടെ ഇങ്ങനെ പൈപ്പ് ഇങ്ങനെ വെള്ളം വന്നിട്ട് ഇങ്ങനെ ഒഴുകി പോവില്ലേ ചെയ്യുക. അപ്പോൾ ഇതൊരു വാട്ടർ കനാലാണ്. ഇത് വാട്ടർ ട്രാൻസ്പോർട്ടുമല്ലേ? വെള്ളം ഇങ്ങനെ പോവല്ലേ? അപ്പോൾ ട്രാൻസ്പോർട്ടുമാണ്. അപ്പോൾ അതാണ്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മൾ അപ്പോൾ അതിനകത്ത് സ്പോഞ്ചിൽ എന്തൊക്കെ ഉണ്ടെന്ന് കാറ്റഗറൈസ് ചെയ്യാനാണ്. അപ്പോൾ ഇതിൽ സ്പിക്യൂൾ ആരുടേതാണ്? സ്പോഞ്ചിൻ്റെതാണ്. ഈ 3 കോളം ഇവിടെ കുറേ സാധനങ്ങൾ തന്നിട്ടുണ്ട്. 3 കോളത്തേക്ക് ആക്കാനാണ് പറഞ്ഞത്. ഒന്ന് സ്പിക്യൂൾ, അത് സ്പോഞ്ച് ഫൈലം പോരിഫറയിലാക്കി നമ്മൾ. പിന്നെ സ്പോഞ്ചോസീൽ, അതും പോരിഫറയിലാക്കി. ഇനി ഇതിലുള്ളത് എന്താണെന്നറിയോ? മാൻഡിലുണ്ട്, പിന്നെ ഫൂട്ടുണ്ട്, പിന്നെ കോമ്പൗണ്ട് ഐ ഉണ്ട്, ആൻറ്റിന ഉണ്ട്. അപ്പം ആൻറ്റിന ആർക്കാ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ടൊക്കെ ആൻറ്റിന എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ പഴയ വീട്ടിൽ ഞാനകത്ത് ഇതിനകത്ത് ഇങ്ങനെ കാണാം ആൻറ്റിനകൾ. മനസ്സിലായില്ലേ? വീടിൻ്റെ മുകളിൽ ഈ ടെലിവിഷനൊക്കെ അതിനകത്ത് പിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആൻറ്റിന വെക്കുകയായിരുന്നു. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ അത് ഇങ്ങനെ ഒരു വട്ടമായി മാറി ആൻറ്റിനകൾ. ഇപ്പം പിന്നെ അതൊന്നുമില്ല. ഇപ്പം പിന്നെ TV തന്നെ വീട്ടിൽ ഇപ്പോൾ ആരും വയ്ക്കാറില്ല. അപ്പോൾ ഈ ആൻറ്റിന ഉള്ള ജീവി ഏതാണ്? മനസ്സിലായില്ലേ? അതായത് TV വെക്കുന്നതിന് പകരം ആ ജീവിനെ കൊണ്ടുവന്ന് വെച്ചാൽ മതി. മനസ്സിലായോ? നല്ല സിഗ്നലൊക്കെ കിട്ടും. അപ്പോൾ അത് ഏതാണെന്ന ചോദ്യം. അതാ കണ്ടില്ലേ? ആൻറ്റിന ഉള്ളത് ആർക്കാണ്? അപ്പോൾ അത് അടിപൊളിയാണല്ലോ. ആൻറ്റിന ഉള്ളത് ആർക്കാണ്? ആൻറ്റിന ഉള്ളതേ കോക്രോച്ച്, കൂറൊക്കെയാണ് കേട്ടോ. അപ്പോൾ കൂറനെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ TV സിഗ്നലൊന്നും കിട്ടില്ല. അത് അതിൻ്റെ ആൻറ്റിന എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഈ കൂറയ്ക്ക് അതിൻ്റെ മണ്ടയിൽ, നിങ്ങൾ കൂറേനെ നോക്കിയിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? കൂറേനെ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ മണ്ടയിൽ 2 ഇങ്ങനെ സാധനങ്ങൾ കാണും. മനസ്സിലായില്ലേ? അതാണ്. അപ്പോൾ കൂറയ്ക്ക് അതിനകത്ത് ആൻറ്റിന ഉണ്ട്. അതിൻ്റെ മുടിയാണ് ഇതിനകത്ത് എന്ത് വിളിക്കുക? ആൻറ്റിന. അപ്പോൾ ഇത് ആർത്രോപോഡകളിലാണ് കാണാറുള്ളത്. ആരിലാണ് കാണാറുള്ളത്? ആർത്രോപോഡ. അതിനകത്ത് ആർത്രോപോഡയിലാണ് കാണാറുള്ളത്. അപ്പോൾ ഏതിലാണ് ഇതിനകത്ത് കൂറയ്ക്ക് ഇതിനകത്ത് ആൻറ്റിന കാണാറുള്ളത്? ആൻറ്റിന കാണുന്ന ജീവികൾ എന്ന് പറഞ്ഞാൽ പ്രാണികളിലാണ്. ചെമ്മീനിലൊക്കെ കണ്ടിട്ടില്ലേ നിങ്ങൾ ചെമ്മീനെ? അതിനകത്ത് ഓക്കെ, ആർത്രോപോഡ. അപ്പോൾ ആർത്രോപോഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്രാണികളിൽ കാണുന്നതാണ് ആൻറ്റിന. അപ്പോൾ ആർത്രോപോഡയ്ക്കാണ് ഞാൻ എന്ത് കൊടുത്തത്? ആൻറ്റിന കൊടുത്തത്. പിന്നെ കൂറയുടെ കണ്ണുണ്ടല്ലോ, നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. നിങ്ങൾ കൂറേനെ നോക്കുമ്പോൾ നിങ്ങൾക്കൊന്നും കാണുന്നില്ലെങ്കിലും കൂറ നിങ്ങളെ നല്ലോണം നോക്കുന്നുണ്ട്. മനസ്സിലായോ? കൂറേൻ്റെ കണ്ണ് എന്താണെന്ന് അറിയോ? ഒരുപാട് യൂണിറ്റുകൾ ചേർന്ന ഒരു കോമ്പൗണ്ട് ഐ ആണ്, അല്ലാണ്ട് സിംഗിൾ കണ്ണൊന്നുമല്ല. മനസ്സിലായോ? ഒമാറ്റിഡിയ എന്നൊക്കെയാണ് അതിനകത്ത് യൂണിറ്റുകളെ പറയുക. അപ്പോൾ കൂറയുടെ കണ്ണെന്താണ്? കോമ്പൗണ്ട് ഐ ആണ്. നിങ്ങൾ എന്താ വിചാരിച്ചത്? അതിനകത്ത് കൂറയ്ക്ക് അങ്ങനെ കുറേ പരിപാടികളുണ്ട്. സിഗ്നൽ, ഇവിടെ ആൻറ്റിന, സിഗ്നൽ, കണ്ണ് പരിപാടി, ഇതൊക്കെയാണ് കൂറ. അപ്പോൾ കൂറയൊക്കെ എന്തുണ്ട്? ആർത്രോപോഡുകളിൽ കോമ്പൗണ്ട് ഐ ഉണ്ട്. അവരുടെ കണ്ണുകൾ എന്താണ്? ഒരു സെറ്റപ്പ് കണ്ണാണ്. കോമ്പൗണ്ട് ഐ എന്നാണ് വിളിക്കുക. ഒരുപാട് യൂണിറ്റുകൾ ചേർന്നിട്ടുള്ള ഒരു കണ്ണാണ് കോമ്പൗണ്ട് ഐ. അതുപോലെ പ്രാണികളിൽ എന്ത് കാണാറുണ്ട്? ആൻറ്റിന കാണാറുണ്ട്. അപ്പോൾ കൂറയിൽ ഇതൊക്കെ ഉണ്ടെന്ന്. കൂറ ഏതിലാണ്? പ്രാണികളുടെ ഒരു ആർത്രോപോഡിലാണ്. മനസ്സിലായില്ലേ? കാലുകൾ തുന്നിച്ചേർത്ത ജീവികളാണ് ആർത്രോപോഡുകൾ. അപ്പോൾ കൂറയുടെ കാലൊക്കെ എന്താണ്? കൂറയുടെ കാലൊക്കെ ഇങ്ങനെ തുന്നി വെച്ച പോലെയല്ലേ? നിങ്ങൾ എവിടെയും കൂറൊക്കെ ഡെഡായി കഴിഞ്ഞാലേ അതിൻ്റെ കാല് കാണാൻ അവിടെ ഇങ്ങനെ പറഞ്ഞു കിടക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അത് ഈ കാലുകളും കൊളുത്തുകളൊക്കെ തുന്നിച്ചേർത്ത ജീവികളാണ് ഈ കൂറ. ഈ കൂറനെ എങ്ങനെ ഉണ്ടാക്കുന്നത് അറിയാം? കൂറനെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? ഒരു കൂറേനെ ഇങ്ങനെ വെക്കുക, എന്നിട്ട് എന്ത് ചെയ്യാന്നറിയോ? കുറേ കാല് ഇവിടെ ഇങ്ങനെ ഫിറ്റ് ചെയ്യുക, കുറച്ച് കാല് ഇങ്ങനെ ഫിറ്റ് ചെയ്യുക, കുറച്ച് ചിറക് ഇവിടെ ഇങ്ങനെ ഫിറ്റ് ചെയ്യുക. അങ്ങനെ ഫുൾ ഫിറ്റിങ്സ് ആണ് ഈ കൂറയ്ക്ക്. അതുകൊണ്ടാണ് ഇവരെന്ത് വിളിക്കുന്നതെന്ന് അറിയോ? പോഡ എന്ന് പറഞ്ഞാൽ കാലുകൾ, കൈകൾ എന്നൊക്കെയാണ്. ആർത്രോ എന്ന് പറഞ്ഞാൽ ഫിറ്റ് ചെയ്യുക എന്നാണ്. കാലുകളും കൈകളൊക്കെ ഫിറ്റ് ചെയ്ത ജീവികളാണ്. ഇങ്ങനെ എടുക്കാൻ പറ്റും. മനസ്സിലായില്ലേ? ഈ കൊതുകിൻ്റെ ഒക്കെ കണ്ടില്ലേ? കൊതുകിൻ്റെ കാലൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകും. ഈച്ചേൻ്റെ കാലൊക്കെ കണ്ടില്ലേ? അത് ഫിറ്റ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഈ ഫിറ്റ് ചെയ്ത് വെച്ച കാലുകൾ ഫിറ്റ് ചെയ്ത് വെച്ച ജീവികൾ എന്നാണ് ഈ ആർത്രോപോഡ എന്ന് പറഞ്ഞാൽ. അല്ലാണ്ട് വേറെ എന്തോ ഉഗാണ്ടയിൽ വന്ന സംഭവമല്ല. മനസ്സിലായവർ ലൈക്ക് അടിച്ചേ. അപ്പം അതൊക്കെയാണ് അതിനകത്ത് ആർത്രോപോഡ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആർത്രോപോഡ നിങ്ങൾക്ക് മനസ്സിലായി. ആർത്രോപോഡയ്ക്ക് എന്തുണ്ട്? കൂറയ്ക്ക് കണ്ണുണ്ടെന്നേ. കൂറയ്ക്ക് കണ്ണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന കണ്ണൊന്നുമല്ല. കൂറനൊക്കെ അതിനകത്ത് കോമ്പൗണ്ട് ഐ ആണ്. കൂറയ്ക്ക് പിന്നെ ആൻറ്റിന ഉണ്ട്. വീട്ടിൽ സിഗ്നൽ, TV ഒക്കെ വെക്കണമെങ്കിൽ കൂറേനെ കൊണ്ടുവന്നിട്ട് ടെറസിൻ്റെ മേലെ കയറ്റി വെച്ചാൽ മതി. പിന്നെ അവിടെ എന്തുണ്ട്? മൊളുസ്ക ഉണ്ട്. മൊളുസ്കയ്ക്ക് എന്തുണ്ട്? മൊളുസ്ക എന്ന് പറഞ്ഞാൽ ഒച്ചിന് ഫൂട്ടുണ്ട്. നിങ്ങൾ എന്താ വിചാരിച്ച്? ഒച്ച് മെല്ലെ നടക്കുന്ന കാലില്ലായിട്ടാണ് വിചാരിച്ചത്? അല്ല, ഒച്ചിന് നല്ല അടിപൊളി ഫൂട്ടുണ്ട്. മനസ്സിലായില്ലേ? ഒച്ചിന് എന്തുണ്ട്? കാലുണ്ട്. മാത്രമല്ല ഒച്ചിനൊരു മാൻഡിൽ കൂടിയുണ്ട്. ഒച്ചിൻ്റെ മണ്ടയിൽ കാലുണ്ട് എന്ന് ഓർത്ത് വെച്ചാൽ മതി. മൊളുസ്കൊക്കെ എന്തുണ്ട്? മണ്ടയിൽ
ഫൂട്ട്, മാൻഡിൽ ഫൂട്ട്. അതിനകത്തെ ഒച്ചിന് എന്തുണ്ട്, മാൻഡിലുണ്ട്, അതുപോലെ തന്നെ അതിന് ഫൂട്ടും ഉണ്ട്. അപ്പോൾ ഒച്ചിന് എന്താ സംഗതി എന്നറിയോ? ഇതിനകത്തെ ഒച്ചിങ്ങനെയല്ലേ, ഒച്ച്. ഒച്ച്. അപ്പോൾ ഒച്ചിന് നിങ്ങൾ വിചാരിച്ചു ഒച്ചിന് ഇങ്ങനെ നീണ്ട കാലൊന്നുമില്ല, ഒച്ചിങ്ങനെയല്ല നടക്കുന്നത്, മനസ്സിലായില്ലേ? ഇത് ഒച്ചല്ല. ഒച്ചിന് ചെറിയ ഒച്ചിന് മസ്കുലാർ ഫൂട്ട്, മസിൽസ് കൊണ്ട് ഇങ്ങനെ ചെറുതായിട്ട് എന്തുണ്ട്, ഇങ്ങനെ മസിൽസ് കൊണ്ടുള്ള മസ്കുലാർ ഫൂട്ട്. പിന്നെ ഒച്ചിന് ഒരു ഹെഡ് ഉണ്ട്, ഒച്ചിനൊരു ഹമ്പ് ഉണ്ട്. ഒച്ചിന് ഈ വണ്ടികളൊക്കെ പോകുമ്പോൾ ഒച്ചിൻ്റെ ഈ ഹമ്പ് കണ്ടിട്ടില്ലേ റോട്ടിൽ, അതേപോലെ ഒരു ഒച്ചിന് എന്തുണ്ട്, ഒരു ഹമ്പ് ഉണ്ട്. ഇതിനെ വിസറൽ ഹമ്പ് എന്നാണ് വിളിക്കുക കേട്ടോ. ഒച്ചിന് എന്താണ് വിളിക്കുക? അപ്പോൾ അമ്പൊക്കെ ചാടുമ്പോൾ ഓർക്കുക, ഒച്ചിൻ്റെ ഹമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പണ്ട് സുവോളജിയിൽ നിന്ന്. വിസറൽ ഹമ്പ്. എന്താണ് വിസറൽ ഹമ്പ്? പിന്നെ ഒച്ചിന് എന്തുണ്ട്, മസ്കുലാർ ഫൂട്ടുണ്ട്. ഒച്ച് നിങ്ങൾ എന്താ വിചാരിച്ചത്, ഒച്ചിന് കാലൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് നടക്കുന്നത്. ഒച്ചിന് മസ്കുലാർ ഫൂട്ടുണ്ട്. അപ്പം പിന്നെ എന്തുണ്ട്, ഒരു ഹെഡും ഉണ്ട്, തലയൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി എന്തുണ്ടെന്ന് അറിയാം? ഇതിനെ ബോഡിയിൽ ഇങ്ങനെ ഒരു കവർ ചെയ്തുകൊണ്ട് ഇതിനെന്തുണ്ട്, ഒരു മാൻഡിൽ എന്ന് പറയുന്ന ഒരു ലെയർ ഉണ്ട്, മനസ്സിലായില്ലേ? ഒച്ചിൻ്റെ ബോഡിയിൽ എന്തുണ്ട്, മാൻഡിലുണ്ട്, മാൻഡിൽ. അപ്പം സോഫ്റ്റ് സ്കിന്നിനെ കവർ ചെയ്തുകൊണ്ട് എന്തുണ്ട്, ഒച്ചിൽ മാൻഡിൽ എന്ന് പറയുന്ന ഒരു ലെയർ ഉണ്ട്. അപ്പോൾ ഒച്ചിന് എന്തൊക്കെ ഉണ്ട് എന്ന് നോക്കി വെച്ചേ. ഒച്ചിനാട്ടോ, കൊച്ചിനല്ല. അപ്പം ഒച്ചിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായോ? ഒച്ചിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായവർ ലൈക്ക് അടിച്ച്. ഓക്കെ. അപ്പോൾ ഒച്ചിൻ്റെ കാര്യങ്ങളൊക്കെ ഇതാണ്. ഒച്ചിന് എന്തുണ്ട്? അപ്പോൾ ഇതിനകത്ത് ഒച്ച് വരുന്ന ഫൈലമാണ് മൊളുസ്ക. അപ്പോൾ ഒച്ചിന് കാലുണ്ട്, ഒച്ചിന് എന്തുണ്ട്, അതിനൊരു സ്കിന്നുണ്ട് പുറത്ത്, അതിനെ മാൻഡിൽ എന്ന് പറയും. അല്ലാണ്ട് ഒച്ചിൻ്റെ മണ്ടയിൽ കാലുണ്ട് എന്നല്ല അത് ഉദ്ദേശിച്ചത്, മനസ്സിലായില്ലേ? മാൻഡിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഒരു ഒച്ചിന് എന്തുണ്ട്, ഒച്ചിന് തലയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ഒച്ചിനിങ്ങനെ ഒച്ചിന്. അപ്പോൾ ഇതിനകത്തെ ഒച്ചിന് കാലൊക്കെ ഉണ്ട്, മസ്കുലാർ ഫൂട്ട്. അപ്പോൾ അതൊക്കെ വെച്ച് പിന്നെ ഒച്ചിന് എന്തുണ്ട്, ഒരു കവറിങ് ഉണ്ട്, ഇങ്ങനെ സ്കിന്നിൻ്റെ ഒരു കവറിങ്. ഇതാണ് മാൻഡിൽ. എന്തുണ്ട്, ഒച്ചിന് മണ്ടയിൽ കാലുണ്ട് എന്നല്ല, ഒച്ചിന് മാൻഡിൽ, അതുപോലെ തന്നെ ഒച്ചിന് ഫൂട്ടുണ്ട് എന്നുമാണ് അർത്ഥം, മനസ്സിലായില്ലേ? അപ്പം മാൻഡിൽ ആൻഡ് ഫുട്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഓർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ഓക്കെ അല്ലേ? ഇനി അടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഐഡന്റിഫൈ ദ ഓവിപാരസ് മാമൽസ് ഫ്രം ദ ഫോളോയിങ് എക്സാമ്പിൾ. ഇതിനകത്ത് നിന്ന് മുട്ടയിടുന്നവന്മാരുണ്ട്. എന്താ നിങ്ങൾ വിചാരിച്ചത്? മുട്ട കൊണ്ടുപോയി വെക്കുക. വെറുതെ നിങ്ങൾ എന്താ വിചാരിച്ചത്? ഇതിൽ മുട്ടയിടുന്ന ആരാന്ന് കണ്ടുപിടിക്കാനാ? കോഴി മുട്ടയിടും, അത് നിങ്ങൾക്ക് അറിയാമല്ലോ. വേറെ ആരാ മുട്ടയിടുന്നത്? അപ്പോൾ ഇതിനകത്ത് ഐഡന്റിഫൈ എൻ ഓവിപാരസ്. ഓവി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഓവി എന്ന് പറഞ്ഞാൽ തന്നെ കണ്ടില്ലേ, അതൊരു മുട്ടയാണ്, മനസ്സിലായ? അപ്പോൾ ഓവിപാരസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടയിടുന്നവർ ആരാണെന്നാണ് ചോദ്യം. മുട്ടയിടുന്നവർ ആരാണ്? അപ്പോൾ ഇതിനെ കോഴീനെ പോയി തിരഞ്ഞു നോക്കണ്ട, കോഴീൻ്റെ ഇതിൽ അവർ കൊടുത്തിട്ടില്ല, മനസ്സിലായില്ലേ? അപ്പോൾ ഇതിനകത്ത് മുട്ടയിടുന്നത് കണ്ടോ? ഇതിനകത്ത് മുട്ടയിടാൻ സാധ്യതയുള്ളത്? ഇതിനകത്ത് മുട്ടയിടുന്നത് ഇതിൽ ഏതാണ്? ലോജിക്ക് വെച്ച് കഴിഞ്ഞാൽ തന്നെ ഇതിനെ കിട്ടും. ഞാനിവിടെ എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്, അത് വേണ്ട. ഇവിടെ നോക്കൂ നിങ്ങൾ, മുട്ട എന്നുള്ളതിന് എന്താ പറയുക? ഓവി എന്നാണ്. അപ്പോൾ 0 എന്ന് പറഞ്ഞാൽ മുട്ടയല്ലേ? അപ്പോൾ ഇവിടെ 0 ഉള്ളത് ആരാ? ഓർണിത്തോറിങ്കസ് അല്ലേ? അപ്പോൾ ഓർണിത്തോലും ഒരു 0 ഇല്ലേ, മുട്ടയില്ലേ? അപ്പോൾ മുട്ടയിടുന്നത് ആരാണ്? ഓർണിത്തോറിങ്കസ് ആണ്. അപ്പോൾ മനസ്സിലായവർ ലൈക്ക് അടിച്ചേ. ഓവിപാരസ് മാമൽ ഓർണിത്തോറിങ്കസ് ആണ്, മനസ്സിലായില്ലേ? അതിങ്ങനെ ഒരു എന്താ പറയുക, ഒരു ജീവിയാണ്. അതിനകത്ത് അത് മാമലാണ്. കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുത്താണ് വളർത്തുക. പക്ഷേ എന്ത് ചെയ്യും? മുട്ടയിടും ചെയ്യും. അതാണ്. കോഴി പാല് കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും? അത് തന്നെ. അപ്പം മുട്ടയിടുന്ന ഒരു ജീവിയാണ്, പക്ഷേ അതൊരു മാമലാണ്. മാമൽ എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് എന്ത് കൊടുക്കും? പാല് കൊടുക്കും, എന്നാലോ മുട്ടയിടുകയും ചെയ്യും. അടിപൊളിയല്ലേ? അതാണ്. അപ്പോൾ കോഴിയും എന്താ പറയുക, മാമലുമാണ്. അപ്പോൾ ഓവിപാരസ് മാമൽ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ജീവിയാണ് ഓർണിത്തോറിങ്കസ്. അതിനെ എന്ത് വിളിക്കാറുണ്ട്? അതിനെ പ്ലാറ്റിപ്പസ് എന്ന് വിളിക്കാറുണ്ട്. എന്താണ്? പ്ലാറ്റിപ്പസ്. അപ്പോൾ ഇത് സെറ്റായവർ ലൈക്ക് അടിച്ചേ. മുട്ടയിടുന്ന ഓർണിത്തോറിങ്കസ്. മനസ്സിലായി. അപ്പോൾ ഓർണിത്തോറിങ്കസും നിങ്ങൾക്ക് മനസ്സിലായി. ഓർണിത്തോറിങ്കസ് മനസ്സിലായത് മനസ്സിലാക്കാൻ ഒന്നുമില്ല. അതിനകത്ത് രണ്ടിലും മുട്ട കാണുന്നുണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെയും ഇതിനകത്ത് എന്ത് കാണുന്നുണ്ട്? ഒരു 0 കാണുന്നുണ്ട്. ഇവിടെയും എന്ത് കാണുന്നുണ്ട്? ഒരു 0 കാണുന്നുണ്ട് ഓവിപാരസിൽ. അപ്പം തന്നെ നിങ്ങൾക്ക് ഉറപ്പിക്കാം അത് തന്നെയാണ് മുട്ടയിടുന്നത്. ഇനി അടുത്തത് മാച്ച് ദ കോളം വിത്ത് എ വിത്ത് ബി. എയും ബിയും തമ്മിൽ മാച്ച് ചെയ്യണം. എത്ര എന്തായി മാച്ചിങ് നോക്കാം നമുക്ക്. പ്ലാറ്റി ഹെൽമിന്തസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലാ പ്ലാ പ്ലാ, പരന്ന. അപ്പോൾ ഫ്ലാ ഫ്ലാ ഫ്ലാ, ഫ്ലാറ്റ്. അപ്പോൾ പ്ലാറ്റി ഹെൽമിന്തസിലാണ് എന്ത് കാണുക?
ഫ്ലെയിം സെല്ല് കാണുക. അതിന് മൂത്രമൊഴിക്കാനുള്ള സാധനമാണ് പ്ലാറ്റിഹെൽമിന്തസിന്. അതിനകത്ത് നിങ്ങൾക്ക് മൂത്രമൊഴിക്കണമെങ്കിൽ എന്ത് വേണം? കിഡ്നി വേണം. മനസ്സിലായില്ലേ? മൂത്രം ഉണ്ടാവുന്നത് കിഡ്നി വഴിയാണ്. കിഡ്നിയിൽ നിന്ന് നിങ്ങളെ ബ്ലഡ് ഫിൽറ്റർ ചെയ്തിട്ട് ബ്ലഡിലെ വേസ്റ്റ് എന്താവാണ്? യൂറിറ്ററിലോട്ട് പോവുകയാണ്. അവിടെ നിന്ന് ബ്ലാഡർ സഞ്ചിയിൽ സ്റ്റോർ ചെയ്യാണ്. അവിടെ നിന്ന് പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ എന്നാൽ പ്ലാറ്റിഹെൽമിന്തസിനും ഇതുപോലെ വേസ്റ്റ് കളയണ്ടേ? അപ്പോൾ നിങ്ങളുടെ ബോഡിയിൽ ഉണ്ടാകുന്ന വേസ്റ്റ്, ബ്ലഡിൽ ഉണ്ടാകുന്ന വേസ്റ്റാണ് കിഡ്നി അരിച്ചെടുത്തിട്ട് എന്ത് ചെയ്യുന്നത്? പുറത്തേക്ക് കളയുന്നത് മൂത്രമാക്കിയിട്ട്. അപ്പം പ്ലാറ്റിഹെൽമിന്തസിന് അതുപോലെ ഒരു കിഡ്നി ഉണ്ട്. അതിൻ്റെ കിഡ്നിയാണ് ഫ്ലെയിം സെല്ല്. മനസ്സിലായില്ലേ? അപ്പം നമ്മൾ പണ്ട് ഒരുപാട് പറഞ്ഞതാണ്. അതൊക്കെ സ്ഥിരമായി ചോദിക്കുന്ന ക്വസ്റ്റ്യനുകളാണ്. ഇനി അണ്ണലിഡ നെഫ്രിഡിയാണ് കേട്ടോ. അന്നലിയുടെ കിഡ്നി ഏതാണ്? അന്നലിഡയുടെ കിഡ്നിയാണ് നെഫ്രിഡിയ. അന്നലിഡയുടെ കിഡ്നി ഏതാണ്? നെഫ്രിഡിയ. ഇനി ആർത്രോപോഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളി പിഗ് എന്ന് ഓർത്താൽ മതി. മനസ്സിലായില്ലേ? അപ്പം ആർത്രോപോഡ എന്ന് പറഞ്ഞാൽ കൂറകളില്ലേ, കൂറ പ്രാണി, അങ്ങനത്തെ സാധനങ്ങൾ ഈ കാലൊക്കെ തുന്നി ചേർത്ത്. നമ്മൾ പറഞ്ഞിട്ടില്ല, ആർത്രോ എന്ന് പറഞ്ഞാൽ ജോയിൻ്റ് ആണ്, പോഡ എന്ന് പറഞ്ഞാൽ കാലുകൾ. അപ്പോൾ കാലുകൾ തുന്നി ചേർത്താണ്. കാല് കയ്യിലൊക്കെ ജോയിൻ്റ് ഉള്ള ജീവികളാണ്. അപ്പോൾ അത് കൂറ, എന്താ പറയുക, ഈച്ച, കൊതുക് ഒക്കെ. അപ്പോൾ അവരുടെ കിഡ്നി എന്താണെന്നറിയോ? മലയാളി പിഗ്, മാൽപീജിയൻ ട്യൂബ്യൂൾസ് എന്ന് ഓർത്താൽ മതി കേട്ടോ. അപ്പം അതിനകത്ത് കൂറ മലയാളിയാണ്. കൂറയ്ക്ക് എന്തായിട്ട് പിഗുമായിട്ടൊരു ബന്ധമുണ്ട്. അപ്പം അതുകൊണ്ട് കൂറയുടെ കിഡ്നി എന്താ വിളിക്കുക? മാൽപീഗിയൻ ട്യൂബ്യൂൾ. എന്താണ്? മാൽപീഗിയൻ ട്യൂബ്യൂൾ. കൂറയുടെ കിഡ്നി എന്താണ്? മാൽപീഗിയൻ ട്യൂബ്യൂളാണ്. അപ്പം അതിനകത്തെ മൊളുസ്ക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഒച്ചിന് എന്തുണ്ട്? ഒച്ചിന് ഗില്ലുണ്ട്. മനസ്സിലായില്ലേ? ഒച്ചിന് എന്തുണ്ട്? ഗില്ലുണ്ട്. ഗില്ല് എന്ന് പറഞ്ഞാൽ ചെകിളപ്പൂക്കൾ, മീനിനൊക്കെ കാണില്ലേ ചെകിളപ്പൂക്കൾ പോലെ. അപ്പോൾ ഒച്ചിന് ശ്വസിക്കാൻ വേണ്ടിയിട്ടും അതിൻ്റെ വേസ്റ്റ് കളയാൻ വേണ്ടിയിട്ടും എന്തുണ്ട്? ഗില്ലുണ്ട്. അപ്പം നിങ്ങൾക്ക് അത് ഓർത്ത് വെക്കാൻ ഭയങ്കര എളുപ്പമല്ലേ? മൊളുസ്ക എന്ന് കേട്ടാൽ തന്നെ ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ മതി? കോഡ് വെച്ച് നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്തൂടെ? നോക്കിയേ നിങ്ങൾ, മൊളുസ്കയിൽ 2 എല്ലില്ലേ, ഗില്ലിലും 2 എല്ലില്ലേ? അപ്പം മൊള്ളുസ്ക ഗില്ല് കണ്ടോ? ഇതെന്താ ഇതിനകത്ത്? ഇതിപ്പം ഇതൊന്നും പഠിച്ചില്ലെങ്കിൽ ഒരു കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും? 1ാം ക്ലാസ്സിലെ കുട്ടി ഇത് മാച്ച് ചെയ്ത് തരും, മൊളുസ്ക ഗില്ലാണെന്ന്. കാരണം എന്താ? ഇവിടെ ഒരു 2 എല്ലുണ്ട്, ഇവിടെ 2 എല്ലുണ്ട്. അത് കിട്ടില്ലാണല്ലോ. ഇതിലെ പ്ലാ ഇവിടെ കാണുന്നുണ്ട്, ഇവിടെ ഫ്ലാ കാണുന്നുണ്ട്. അപ്പോൾ കൊള്ളാമല്ലോ. അനലിഡയിൽ ഇവിടെ നേ കാണുന്നുണ്ട്, ഇവിടെ നേ കാണുന്നുണ്ട്. നെഫ്രിഡിയ. ആർത്രോപോഡയ്ക്ക് പിന്നെ അതിനകത്ത് ആർത്രോപോഡ എന്ന് പറഞ്ഞാൽ കാല് തുന്നി ചേർത്ത മലയാളി പിഗിയൻ ട്യൂബ്യൂൾ. അത് പിന്നെ നിങ്ങൾ ഓർത്ത് വെക്കുക. അപ്പോൾ ബാക്കിയൊക്കെ അതിനകത്ത് കോഡുകളുണ്ട്. മനസ്സിലായില്ലേ? ഓക്കെ അല്ലേ? അപ്പം ഇത് അതിനകത്ത് അപ്പോൾ ഇങ്ങനെയാണ് അതിനകത്ത്. അപ്പം ഇങ്ങനെയൊക്കെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? പെട്ടെന്ന് മനസ്സിലാകും എന്നുള്ളതാണ്. ഇതെന്താണ്? ഇത് നിഡോബ്ലാസ്റ്റ് ആണ്. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ് നിഡോബ്ലാസ്റ്റ്. അപ്പം ഇതെന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക? ഇത് ആരിലാണ് കാണുക? നിഡേറിയയിലാണ് കാണുക. നിഡേറിയ, ഫൈലം നിഡേറിയ, അല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു പേരാണ് സീലിൻഡറേറ്റ. അപ്പോൾ അവർക്കിത് എന്തിനാണ്? അവർക്കിത് ആരെയിലൊക്കെ പേടിപ്പിക്കാനാണ്. മനസ്സിലായില്ലേ? ഡിഫെൻസ്, പ്രതിരോധം, അല്ലെങ്കിൽ എവിടെയൊക്കെ പറ്റിപ്പിടിച്ച് നിൽക്കാൻ, ആങ്കറേജ്, അല്ലെങ്കിൽ എന്തിനാണ്? എര പിടിക്കാൻ, ക്യാപ്ചർ ഓഫ് പ്രേ. ഇത് ഉപയോഗിച്ചിട്ട് അവരെന്ത് ചെയ്യും? ഇതൊരു കമ്പിക്കുളത്തൊക്കെ കണ്ടില്ലേ? അതിനങ്ങോട്ട് എരേനെ അങ്ങ് വരിഞ്ഞ് മുറുക്കും. ഇര പിന്നെ ആരെങ്കിലുമൊക്കെ പേടിപ്പിക്കാൻ വന്നാൽ കണ്ടം വഴി ഓടിക്കരുത്. മനസ്സിലായില്ലേ? അതാണ് നിഡോബ്ലാസ്റ്റ്. അപ്പോൾ ഇത് മനസ്സിലായി. ഇത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുന്നത് ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞാണ്. ഓക്കെ. ഇനി പിന്നെ ഇതിനകത്തുള്ളത് ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ഇത് റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്, ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല. പിന്നെ ഇത് ആർക്കൊക്കെയാണ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബോഡി ബേസ് 8 എക്സ്റ്റേണൽ റോസ് ഓഫ് സീലിയേറ്റഡ് കോംബ് പ്ലേറ്റുകൾ. 8 ചീർപ്പിൻ്റെ പ്ലേറ്റുകളുള്ള ജീവി ഏതാണ്? 8 ചീർപ്പിൻ്റെ പ്ലേറ്റുകൾ ഇങ്ങനെ വെച്ചിട്ടുള്ള ജീവി. 1, 2, 3 അങ്ങനെ ഇങ്ങനെ 1, 2, 3, 4 അല്ല. ഇത് 1, ഇത് 2, പിന്നെ ഇങ്ങോട്ടേക്ക് ചീർപ്പുണ്ട്, പിന്നെ ഇങ്ങോട്ടേക്ക് ചീർപ്പുണ്ട്, പിന്നെ അപ്പുറത്തേക്കൊക്കെ ചീർപ്പുണ്ട്. അങ്ങനെ ചീർപ്പുകൾ 8 ചീർപ്പുകൾ അടുക്കി വെച്ചിട്ടുള്ള ജീവി ഏതാണ്? 8 ചീർപ്പുകൾ അടുക്കി വെച്ചിട്ടുള്ളത് ഏതാണ്? അതിനകത്ത് എന്താ, ഒരു മിനിറ്റ്. 8 ചീർപ്പുകൾ അതിനകത്ത് തന്നെ ആരോ വിളിച്ചിരിക്കുന്നല്ലോ. 8 ചീർപ്പുകൾ അടുക്കി വെച്ചിരിക്കുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടിനോഫോറയിലുള്ള ജീവികളാട്ടോ. ആരാണ്? ടീനോഫോറൻസ്. ആരാണ്? ടീനോഫോറ. അപ്പം ടിനോഫോറ എന്ന് പറയുന്ന കാറ്റഗറിയാണ് എന്ത് ചെയ്തിട്ടുള്ളത്?
8 ചീർപ്പുകൾ അതിനകത്ത് എന്ത് ചെയ്തിട്ടുള്ളത്, അടുക്കി വെച്ചിട്ടുള്ളത്. ബോഡി ബിയേഴ്സ് 8 എക്സ്റ്റേണൽ റോസ് ഓഫ് സീലിയേറ്റഡ് കോമ്പ് പ്ലേറ്റ്, കോളുമ്പല്ല കോമ്പ്, സീലിയേറ്റഡ് ചീർപ്പുകൾ അടുക്കി വെച്ച ജീവി ഏതാണെന്ന് ചോദിക്കാറുണ്ട്, ഏത് ഫൈലമാണെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ കോമ്പ് പ്ലേറ്റ് എന്ന് കണ്ടാൽ തന്നെ അടിക്കാം, ടിനോഫോറ. പിന്നെ കൈറ്റിനസ് എക്സോസ്കെലിട്ടൻ, ഒരു പുറന്തോടും ഉണ്ട്, കാലുകൾ തുന്നി ചേർത്തത്, അത് ഏത് ഫൈലമാണ്? ആർത്രോപോഡ്. നമുക്കറിയാം ചെമ്മീനൊക്കെ എന്തുണ്ട്, ഒരു തോടില്ലേ, അതിനെയാണ് കൈറ്റിനസ് എക്സോസ്കെലിട്ടൻ എന്ന് വിളിക്കാം. തോടും ഉണ്ട്, ഒപ്പം എന്താണ്, കാലുകളൊക്കെ തുന്നി ചേർത്ത. ചെമ്മീൻ്റെ കാലൊക്കെ ഇങ്ങനെ പറിച്ചെടുത്തിട്ട് അതിനെ വീട്ടിൽ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ കാല് പറിച്ച് നുള്ളി കളയാറില്ലേ, അപ്പോൾ അത് ജോയിൻറ്റഡ് ആണ്, അതിൻ്റെ കാലുകൾ എന്താണ്, ശരീരത്തേക്ക് തുന്നി വെച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പറിച്ചെടുക്കാൻ പറ്റും, കൂറ അതുപോലെ കൊതുകൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ ജോയിൻറ്റഡ് അപ്പൻഡേജസ്. അത് ഏത് ഫൈലമാണ്? പ്രാണികളുടെ ഫൈലമാണ് ആർത്രോപോഡ. ചെമ്മീനൊക്കെ എന്താണ്, ഒരു പ്രാണിയാണ്. പിന്നെ ചെമ്മീന് പ്രാണിയാന്ന് പറയില്ല, ചെമ്മീനൊരു എന്താ പറയുക, തോടുള്ള ജീവികളുടെ ക്ലാസ്, ഇൻസെക്റ്റിലല്ല, അത് ക്രസ്റ്റേഷ്യൻസ് എന്ന് പറയുന്ന വിഭാഗത്തിലാട്ടോ. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ പ്രാണികൾ എന്ന് ഉദ്ദേശിച്ച് ഞാൻ ജസ്റ്റ് അത് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, പ്രസൻസ് ഓഫ് വാട്ടർ വാസ്കുലാർ സിസ്റ്റം, വെള്ളം, രക്തത്തിന് പകരം വെള്ളം ഒഴുകുന്നത് ഏത് ജീവികളിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്കൈനോഡെർമേറ്റയാണ്, സ്റ്റാർഫിഷ്. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു സ്റ്റാർഫിഷിൽ എന്തില്ല, രക്തമില്ല. സ്റ്റാർഫിഷിന് എന്തില്ല, രക്തമില്ല. അപ്പോൾ അതിന് പിന്നെ അതിൻ്റെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഫുഡൊക്കെ എങ്ങനെയാണ് പോകുന്നത്, അതിന് കനാലുകളാണ്, വാട്ടർ കനാൽ, വെള്ളം ഒഴുകുന്ന കനാലുകളാണ്. അപ്പം രക്തക്കുഴലിൻ്റെ സ്ഥാനത്ത് അതിനെന്താണ്, വാട്ടർ വാസ്കുലാർ സിസ്റ്റമാണ്. നമ്മളെപ്പോലെ അതിന് കുഴലുകളൊക്കെ ഉണ്ട്, പക്ഷേ അത് വെള്ളമാണ് ഒഴുകുക. വാട്ടർ വാസ്കുലാർ സിസ്റ്റം, ഇതിനകത്ത് എന്താണ്, വാട്ടർ വാസ്കുലാർ സിസ്റ്റമാണ്. എന്താണ് വാട്ടർ വാസ്കുലാർ സിസ്റ്റം. ഇനി അടുത്തത് എന്താണ്, ഫയൽ ലൈക്ക് റാസ്പിംഗ് ഓർഗൻ. എന്തുണ്ട്, ചവച്ചരയ്ക്കുന്ന സാധനമാണിത്. അത് ഒച്ചിൻ്റെ വായിലാണ് പല്ലുള്ളത്, മൊളുസ്ക, ഫൈലം മൊളുസ്ക. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു റാഡുല. എന്താണ്, ഒച്ചിൻ്റെ വായിലുള്ള സാധനമാണ് എന്ത്, ഒച്ചിൻ്റെ വായിലെ പല്ലാണ് റാഡുല. ഫയൽ ലൈക്ക് റാസ്പിംഗ് ഓർഗൻ, റാസ്പിംഗ് എന്ന് പറഞ്ഞാൽ ചവച്ചരയ്ക്കാനുള്ള, ഫോർ ഫീഡിങ്, ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ നല്ല ചവച്ചരക്കാൻ വേണ്ടിയിട്ട് ഒച്ചിന് എന്തുണ്ട്, ഒരു പല്ലുണ്ട്. ഒച്ചിൻ്റെ പല്ലാണ് റാഡുല. കൊച്ചിൻ്റെ വായിലെ പല്ലല്ല, ഒച്ചിൻ്റെ വായിലെ പല്ല്, റാഡുല. അപ്പോൾ റാഡുല എന്ന് ചോദിച്ചാൽ എന്താണ്, ഫയൽ ലൈക്ക് റാസ്പിംഗ് ഓർഗൻ എന്ന് ചോദിച്ചാൽ അത് റാഡുലയാണ്. അത് ഏത് ഫൈലത്തിലാണ്, മൊളുസ്കയിലാണ്. അപ്പോൾ ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് ഓക്കെ അല്ലേ, ഓക്കെയാണ്. അപ്പം പിന്നീട് ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം, ഇത് നമ്മൾ പറഞ്ഞിരുന്നു ഒബീലിയ. ഇത് കണ്ടാൽ നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത്, ഒബീലിയ പണ്ട് ഞങ്ങളുടെ ക്ലാസ്സിലുള്ള ഒരു ഗേളായിരുന്നു ഒബീലിയ. എന്താ സംഭവം എന്നറിയോ, ഒബീലിയനെ കുറച്ച് ദിവസം അതിനകത്ത് ക്ലാസ്സിൽ ഒരു മൂലയ്ക്കൽ വന്നിരിക്കുന്നത് കാണാം ഒബീലിയ. എന്നിട്ട് ക്ലാസ്സും ശ്രദ്ധിച്ച് അങ്ങനെ ഇരിക്കും. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഒബീലിയ ക്ലാസ്സിലേക്ക് വരത്തേയില്ല, ഒബീലിയനെ കാണത്തേയില്ല. മനസ്സിലായില്ലേ? അപ്പോൾ അതാണ്. അപ്പോൾ ഒബീലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം വന്നിട്ട് ഫ്രണ്ട് ബെഞ്ചിൽ വന്നിട്ട് ഇരിക്കും. ഒബീലിയൻ്റെ പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഒബീലിയ ഒരു ദിവസം വന്നിട്ട് ബെഞ്ചിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ട് ഇരിക്കും. എന്നിട്ട് ഭയങ്കര ശ്രദ്ധ, അനങ്ങൂലാന്നേ, അതിനകത്ത് ആമാതിരി ശ്രദ്ധ. അപ്പം ബെഞ്ചിൻ്റെ ഈ ഭാഗത്ത് വന്നിട്ട് ഒബീലിയ വന്നിട്ട് ഇരിക്കുകയാണ്. എന്നിട്ട് ഇവിടെ ഇതേ ഇരുത്തം, ഇവിടുന്ന് അനങ്ങൂല, സെസയിലാണ്, ചലിക്കൂല. പിന്നെയോ സിലിണ്ടർ പോലെ ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കും, അതന്നെ, എവിടേക്ക് അനങ്ങ ചലിക്കുക പരിപാടിയൊന്നുമില്ല. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ പിന്നെ ക്ലാസ്സിലെ പുള്ളി ഇവിടെ കാണത്തേ ഇല്ല. മനസ്സിലായില്ല, ആളിവിടെ ഇല്ല, പോയിരിക്കുന്നത്. പിന്നെ അപ്പോൾ അത് എന്താ സംഭവം എന്ന് വെച്ചാൽ കറങ്ങാൻ പോയതാണെന്നാണ് പറഞ്ഞത്. മൊബീലിയ എന്ന് പറഞ്ഞാൽ അംബ്രല ലൈക്ക് ഫോമാണ്. എന്ത് ഫോമാണ്? അതിനകത്ത് അംബ്രല ലൈക്ക് ഫോം, അത് കറങ്ങി നടക്കുന്ന ഫ്രീ സ്വിമ്മിങ് ഫോം ഉണ്ട്. അപ്പോൾ ഒബീലിയൻ്റെ കാര്യം എന്താണ്, ഒബീലിയ ഒരാഴ്ച ക്ലാസ്സിൽ നല്ലോണം ഒരിടത്ത് അനങ്ങാതെ ഇരുന്ന് ശ്രദ്ധിക്കും. പിന്നെ ഒബീലിയ അതിനകത്ത് എന്തില്ല, പരിപാടിക്കേ വരില്ല. പിന്നെ കുറേ കാലം ഒബീലിയ അബ്സ്കോണ്ടിങ് ആണ്. അതിനകത്ത് എന്താണ്, അതിനകത്ത് എന്താ പറയുക, ആളെ കാണില്ല. അപ്പോൾ അതാണ് ഇത് ഇവർ കാണിക്കുന്ന ഒബീലിയാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. മനസ്സിലായില്ലേ? രണ്ട് ഫോം കാണിക്കും. ഇത് ചില ജീവികൾ എന്തല്ല ഇങ്ങനെ വന്ന് നിൽക്കും. ഹൈഡ്രൊക്കെ എന്ന് പറഞ്ഞാൽ ഫുൾ ഇങ്ങനെ ഹൈഡ്ര ഈ ഒരു ഫോമിലാണ് കാണാം. പിന്നെ ജെല്ലി ഫിഷ് ഒറീലിയ, ഇവരുടെ ഈ കാറ്റഗറിയിൽ കുട്ടികൾക്കൊക്കെ പേരിടാനേ നല്ല വെറൈറ്റി പേരുകളുള്ള ഒരു ഫൈലമാണ് ഇത് സീലിൻഡ്രേറ്റ. സീലിൻഡ്രേറ്റിലെ പേരുകൾ ഏതൊക്കെയാണെന്നറിയോ? ഫൈസാലിയ. ഏതൊക്കെയാണ്? ഫൈസൽ. അപ്പോൾ അവിടെ നിന്നാണ് ഈ ഫൈസൽ എന്നുള്ള പേരൊക്കെ ആളുകൾ നിങ്ങൾ കേട്ടിട്ടില്ലേ, ഫൈസൽ. അപ്പോൾ ഈ ഫൈസാലിയയിലാണ് അത് ഈ നിഡേറിയ എന്ന് പറയുന്ന ഈ കൂട്ടരുണ്ടല്ലോ, ഈ ബോംബൊക്കെ വെച്ച് ഈ മറ്റേ ആളുകളെ പേടിപ്പിക്കാൻ നടക്കുന്ന ടീമുകൾ, നിഡോബ്ലാസ്റ്റ്.
അപ്പോൾ അതിലുള്ള ടീമുകളുടെ പേരുകളാണ്, അടിപൊളിയാണ് അവരുടെ പേരുകൾ. ഒന്ന് ഫൈസാലിയാണ്. അപ്പം പിന്നെ അതുപോലെ ആദം എന്നുള്ള പേരുള്ളവരെ കണ്ടിട്ടില്ലേ? അതും ഇവരുണ്ട്. ഇവിടെ ആഡംസിയ അതിനകത്തുണ്ട്. പിന്നെ ഇതിനകത്ത് പെന്നാറ്റുല ഉണ്ട്, പെന്നാറ്റുല. പിന്നെ ഇതിലാരാ ഉള്ളത്? പിന്നെ ജോർജ് ഉണ്ട് ഇതിൽ, ഗോർഗോണിയ. അപ്പോൾ ഇതിലൊക്കെ അടിപൊളി, ഇവരിന്ന് എടുക്കുന്നതാന്ന് തോന്നുന്നുണ്ട് ഈ പേരുകളൊക്കെ. ഗോർഗോണിയ, ഫൈസാലിയ, ആഡംസിയ. പിന്നെ ഇതിലുള്ളത് ഇപ്പം പറഞ്ഞില്ലേ നമ്മളൊരാൾ, അതാരായിരുന്നു ഇപ്പം? ഒബീലിയനെ മറക്കാൻ പാടില്ല. ആരെ മറന്നാലും ഒബീലിയനെ മറക്കാൻ പാടില്ല. ഒബീലിയ. പിന്നെ ഒറീലിയ. അങ്ങനെ അടിപൊളി പേരുകളുള്ള ഫൈലമാണ് എന്ത്, വെറൈറ്റി പേരുകളാണ് ഇതിനകത്ത്. ഏത് ഫൈലമാണ്? നിഡേറിയ ഫൈലം. അപ്പം ഇതിൽ ഇവരെന്താ, ചിലർ അതിലുള്ള ഒരാളാണ് ഹൈഡ്ര. എന്ത്? ഹൈഡ്ര. അപ്പോൾ ഈ ഹൈഡ്ര പക്ഷേ എപ്പോഴും എന്താണ്, പാവാണ്, ഇങ്ങനെ സിലിണ്ടറിക്കൽ ഫോമിൽ ഇങ്ങനെ നിൽക്കും. എന്നാൽ ഒബീലിയ അങ്ങനെയല്ല, 2 ഫോമിലും കാണും. ഒബീലിയ രണ്ടും ഉണ്ട്. കുറേ കാലം ഓരോ ക്ലാസ്സിൽ അവരുടെ സിലിണ്ടറിക്കൽ ഫോമിൽ നിൽക്കും, കുറേ കാലം കറങ്ങി നടക്കാനും പോകും. അപ്പോൾ രണ്ടും കാണിക്കുന്ന ജീവിയാണ് ഒബീലിയ. അപ്പോൾ അതിനെയാണ് നമ്മൾ മെറ്റാജനിസിസ്. അപ്പം എ എന്ന് പറഞ്ഞാൽ പോളിപ്പാണ്, ബി എന്താണ്, അംബ്രേല ലൈക്ക് ഫോം, മെഡൂസയാണ്. അപ്പോൾ ഇതെന്താണ്? ഇത് പോളിപ്പാണ്, ഇത് മെഡൂസയാണ്. ഇതെന്ത് ഫോമാണ്? പോളിപ്പ് ഫോം, ഇത് മെഡൂസ ഫോം. ഇത് ഈ ജീവികൾ കാണിക്കുന്നതാണ്. ചില ജീവികൾ ഒറീലിയൊക്കെ ഇങ്ങനെ ഉണ്ടാവുക, ഇങ്ങനെ അംബ്രലേൻ്റെ പോലെ കറങ്ങി നടക്കുക, ഒറീലിയ. ഇത് ഹൈഡ്ര പോലുള്ള ജീവികൾ. എന്നാൽ ഒബീലിയ എന്താണ്? ഒബീലിയ കുറേ സമയം ഇങ്ങനെ ആയിരിക്കും, ക്ലാസ്സിൽ ബെഞ്ചിൽ വന്നിട്ട് അനങ്ങാണ്ടിരിക്കും, ഫുൾ ശ്രദ്ധ. പിന്നെ ഒബീലിയൻ എന്ത് ചെയ്യില്ല, ക്ലാസ്സിൽ കാണേയില്ല, ആഴ്ചകളോളം ലീവ്. അതെന്താ വെച്ചാൽ കറങ്ങാൻ പോയിരിക്കുകയാണ്, അംബ്രലയും കുടയും പിടിച്ച് പോയിരിക്കുകയാണ്. അപ്പോൾ അംബ്രല ലൈക്ക് ഫോം. ഇതെന്താണ്? അംബ്രല ലൈക്ക് ഫോം. അപ്പം ഇത് ഫ്രീ സ്വിമ്മിങ് ആണ്. ഇത് പിന്നെ കറങ്ങി നടക്കുന്ന ഫോമാണ്. അപ്പം നിങ്ങൾക്ക് ലോജിക്ക് വെച്ച് നോക്കിയാൽ തന്നെ അറിയും, ഫ്രീ സ്വിമ്മിങ് എന്ന് പറഞ്ഞാൽ ഇത് സെക്ഷൽ റീപ്രൊഡക്ഷനാണ്. അപ്പോൾ ഇതെന്ത് റീപ്രൊഡക്ഷനാണ്? ഇത് സെക്ഷൽ റീപ്രൊഡക്ഷനാണ്. ഇതാണെങ്കിലോ ഇതെവിടെയും പോകുന്നില്ലല്ലോ, അസെക്ഷൽ റീപ്രൊഡക്ഷനാണ്. അപ്പോൾ ഓക്കെ. അപ്പം ഇതിനകത്ത് അപ്പോൾ ഇത് ഫ്രീ സ്വിമ്മിങ് ആയതുകൊണ്ട് തന്നെ ഇത് എന്ത് ചെയ്യും, എല്ലായിടത്തും കറങ്ങി നടന്ന് അതിൻ്റെ പാർട്ട്ണറെ അതിനകത്ത് കണ്ടെത്തി അതിനകത്ത് കല്യാണം കഴിച്ച് കൊച്ചുങ്ങളൊക്കെ ഉണ്ടാവും. അതാണ് ഇവരുടെ എന്താ പറയുക, മെഡൂസ ഫോമിൻ്റെ പണി. എന്നാലോ ഈ പോളിപ്പ് ഫോം എന്ന് വെച്ചാൽ അത് ഒരിടത്ത് നിൽക്കല്ലേ, അപ്പോൾ അതിനകത്ത് കല്യാണം അന്വേഷിക്കാനും അതിനൊന്നും പോകാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതെന്ത് ചെയ്യും, അതിൻ്റെ ശരീരത്തിൽ നിന്ന് ഒരു ഭാഗം അങ്ങോട്ട് ഇതാക്കിയിട്ട് അത് അതിൻ്റെ കുഞ്ഞായി മാറും. അസെക്ഷൽ റീപ്രൊഡക്ഷൻ. ഓക്കെ ആണോ? അപ്പം ആരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്? ലൈക്ക് അടിച്ചേ. അപ്പം നിങ്ങൾ ഇതൊക്കെ ശ്രദ്ധിച്ചു. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ എളുപ്പമാണെന്നേ. ഇതൊക്കെ നല്ല രസമല്ലേ പഠിക്കാനേ. പിന്നെ എന്താണ് കാലില്ലാത്ത അംഫീബിയന്? അതിനകത്തെ പാവമാണ്. തവളയുടെ ക്ലാസ്സിലൊക്കെ ഇരിക്കും, പക്ഷെ എന്താണ്, തവളയുടെ ക്ലാസ്സിലുള്ള ആളാണ്, കാലില്ലാന്നേ, എന്താ ചെയ്യുക? അപ്പം തവളയുടെ ക്ലാസ് ഉണ്ട്. തവളയുടെ ക്ലാസ് ഏതാണ്? അംഫീബിയാണ് കേട്ടോ. തവളയുടെ ക്ലാസ്സിൻ്റെ പേര് ഏതാണ്? അംഫീബിയാണ്. അപ്പം അംഫീബിയയിലെ ക്ലാസ് അംഫീബിയ. അപ്പോൾ അംഫീബിയയുടെ ക്ലാസ് ആണ് തവള. അപ്പം മുന്നത്തെ ബെഞ്ചിൽ തന്നെ ആരാണ്? തവളയാണ്. അപ്പോൾ തവളത്തിൻ്റെ കൂടെ തന്നെ ഇരിക്കുന്ന ആളാണ് ആര്? ഇക്തിയോഫിസ്. അതിന് പുള്ളിക്ക് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാലില്ല, ലിംബ്ലെസ് അംഫീബിയൻ. അപ്പോൾ കാലില്ലാത്ത ആൾ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇക്തിയോഫിസാണ്. അത് നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു, ഞാൻ അധികം പറയുന്നില്ല. ഓക്കെ. അപ്പം എന്താണ്, പാവമാണ് ലിംബ്ലെസ് അംഫീബിയൻ. ഇനി പിന്നെ ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്, ഇതൊക്കെ നമ്മൾ റിപ്പീറ്റ് ക്വസ്റ്റ്യനുകളാണ്, ഞാൻ അധികം പറയുന്ന ആവശ്യമില്ല. കോളാർ സെൽസ് എന്താണ്? പോരിഫറയിലാണ് കാണുക. നിഡോബ്ലാസ്റ്റ് ഏതിലാണ് കാണുക? ബോംബ് എടുത്ത് ആളെ പേടിപ്പിക്കാൻ നടക്കുന്ന ആൾക്കാർ, നിഡേറിയ. നമ്മുടെ ഒബീലിയ, അടിപൊളി ഫൈസാലിയ, ഗൊർഗോണിയ, ജോർജും ഫൈസലും ആദമൊക്കെ വരുന്ന അത് മനസ്സിലായില്ലേ, നിഡോബ്ലാസ്റ്റ്. അപ്പം പിന്നെ പ്ലാക്കോയിഡ് സ്കെയിൽ കാണുന്നത് സ്രാവിൻ്റെ ക്ലാസ്സാണ്, കോൺട്രിക്റ്റിയസ്. പിന്നെ പ്ലാറ്റി ഹെൽമിന്തസിൽ എന്താണ്? സൈക്ലോയിഡ് സ്കെയിൽ കാണുന്നത് മത്തിയിലാണ്, ഓസ്റ്റിക്റ്റിയസിലാണ്. പക്ഷേ പ്ലാക്കോയിഡ് സ്കെയിൽ കാണുന്നതാണ് കോൺട്രിക്റ്റിയസിലാണ്, അത് പഠിച്ചിട്ടുണ്ട്. അന്നല്ലിഡക്ക് എന്തുണ്ട്? ബോഡിയിലെ അവയവങ്ങൾ വെക്കാം. മണ്ണിരയാണ്, മണ്ണിര അന്നല്ലിഡ, മണ്ണിരയിൽ എന്തുണ്ട്? ബോഡിയിൽ മണ്ണിര. നിങ്ങൾ മണ്ണ് കിടന്ന് കളിക്കാമെന്ന് വിചാരിച്ചിട്ടേ മണ്ണിര ആൾ സെറ്റപ്പാ. മണ്ണിരേൻ്റെ ശരീരത്തിൽ എത്ര അറകളുണ്ടെന്ന് അറിയാം? 125 കമ്പാർട്ട്മെൻറ്റാണ് മണ്ണിര. നിങ്ങൾ എന്താ വിചാരിച്ച്?
മണ്ണിര ഇങ്ങനെ മണ്ണ് കിടന്ന് കളിക്കുന്നതുകൊണ്ട് നിങ്ങൾ അതിനകത്ത് മണ്ണിരനെ അങ്ങനെ മോശക്കാരനാക്കണ്ട. മണ്ണിര അടിപൊളിയാണ്. മണ്ണിര ഈസ് എ ഫാർമേഴ്സ് ഫ്രണ്ട്, മനസ്സിലായില്ലേ? മണ്ണിരയിൽ 125 കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. മാത്രമല്ല ഈ കമ്പാർട്ട്മെൻറ്റിലൊക്കെ അവയവങ്ങൾ വെച്ചിരിക്കുകയാണെന്ന്. എന്താ സെറ്റപ്പില്ലേ? അതാണ്. അപ്പം മണ്ണിരയ്ക്ക് എന്തുണ്ട്? സീലോം ഉണ്ട് കേട്ടോ. അവയവം വെക്കാനുള്ള സ്ഥലമാണ് എന്ത്? സീലോം. അത് നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു. അപ്പോൾ അന്നലിഡ എന്ന് പറഞ്ഞാൽ സീലോം ഉണ്ട്, അവയവം വെക്കാൻ സ്ഥലമുണ്ട് അവർക്ക്. അപ്പോൾ പ്ലാറ്റി ഹെൽമിന്തസിനോ പാവമാണെന്നേ, അവയവം വെക്കാൻ സ്ഥലമില്ല. എ സീലോമേറ്റ് ആണ്. എന്താണ്? എ സീലോമേറ്റ്. അപ്പം ഞാൻ ഇന്നലെ കാണിച്ചിരുന്നു. അവരിങ്ങനെ നെഞ്ചും വിരിച്ചിങ്ങനെ പരന്ന വിരകളാണ്, പരന്ന വിരകൾ. പക്ഷെ എന്തില്ല, പുറത്തിങ്ങനെ പരപ്പുണ്ടെന്നേ ഉള്ളൂ, ഉള്ളിലൊരു സ്ഥലവും ഇല്ലാന്നേ. ഉള്ളിൽ അവയവം വെക്കാനൊന്നും സ്ഥലമില്ല. എ സീലോമേറ്റ് ആണ്. എന്താണ്? എ സീലോമേറ്റ്. അപ്പം പ്ലാറ്റി ഹെൽമിന്തസ് എന്താണ്? എ സീലോമേറ്റ് ആണ്. പാരപ്പോഡിയ കാണുന്നത് ഏതാണ്? നിറീസ് അണ്ണനിലാണ് നിറീസിലാണ് എന്ത് കാണാറുള്ളത്? പാരപ്പോഡിയ. റാഡുല ഏതാ? റാഡുല ഒച്ചിൻ്റെ വായിലെ പല്ലാണ്. കൊച്ചിൻ്റെ വായിലെ പല്ലല്ല, ഒച്ചിൻ്റെ വായിലെ പല്ലാണ്. ഒച്ചിൻ്റെ വായിലെ പല്ലാണ് റാഡുല. അപ്പം റാഡുല ഏതിലാണ്? പാരപ്പോഡിയ കാണുന്നത് അന്നലിയുടെ ഫൈലമാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പം റാഡുല ഏത് ഫൈലമാണ്? അത് മൊളുസ്കയാണ്. അപ്പം അങ്ങനെ നിങ്ങൾ എഴുതണം. ഇതിനകത്ത് കഴിഞ്ഞത് സ്ക്രീൻഷോട്ട് എടുത്തില്ലേ? കഴിഞ്ഞത് അപ്പം ഇത് സ്ക്രീൻഷോട്ട് എടുത്ത്, ഇത് നമ്മൾ ഇതിനകത്തെ ഇത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ഈ ഒരു സംഭവം നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. എവിടുന്ന സ്ക്രീൻഷോട്ട് ഇവിടെ തൊട്ട് ഇവിടുന്ന് പിന്നെ നമുക്ക് പറയാണ്. ഇത് നമ്മൾ പറഞ്ഞതാണ്. ഇതിനകത്ത് നേരത്തെ പ്ലാറ്റി ഹെൽമിന്തസ്, അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പ്ലാറ്റി ഹെൽമിന്തസ് എന്താണ്? ഫ്ലെയിം സെല്ലാണ്. അന്നലിഡ നെഫ്രിഡിയ, നെ ആർത്രോപോഡ മലയാളി പിഗ്. അപ്പം മാൽപിഗിയൻ ട്യൂബ്യൂൾ. പിന്നെ മൊള്ളുസ്ക ലല്ല ഗില്ല്, മനസ്സിലായില്ലേ? മൊള്ളുസ്ക ഗില്ല്. അപ്പോൾ ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. പിന്നെ നമ്മൾ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതും സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ചീർപ്പും വെച്ച് നടക്കുന്നത് കോംബ് പ്ലേറ്റ്, അത് ടിനോഫോറ. ടിനോഫോറ എന്ന് പറഞ്ഞാൽ ചീർപ്പുള്ളവൾ എന്നാണ് അതിൻ്റെ അർത്ഥം, മനസ്സിലായില്ലേ? ഇനി തോടുള്ള ജീവി, കാലുകൾ തുന്നിച്ചേർത്ത ഫൈലം ആർത്രോപോഡ, അതൊക്കെ അറിയാം. അതൊക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക കേട്ടോ. പിന്നെ അതെടുത്ത് വെച്ചു. ഇനി പിന്നെ ഇത് എടുത്ത് വെക്കുക. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ഇതിനകത്ത്. ഓക്കെ. പിന്നെ ഇത് കാലില്ലാത്ത ക്ലാസ്, തവളേൻ്റെ ക്ലാസ്സിൽ കാലില്ലാത്ത ആൾ, ഇക്തിയോഫിസ്. തവളേൻ്റെ ക്ലാസ്സിൽ കാലില്ലാത്ത കുട്ടീൻ്റെ പേര് ചോദിച്ചാൽ പേര് കുറേ പേരുകളൊക്കെ നിങ്ങൾക്ക് നല്ല ഓർമ്മയുണ്ടാവും. പക്ഷേ ഈ പേരെ ഓർത്ത് വെക്കേണ്ടത് കേട്ടോ. തവളേൻ്റെ ക്ലാസ്സിലെ കുട്ടികളുടെ പേരൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവില്ലേ? അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ എന്ത് ചെയ്യുക? തവളേൻ്റെ ക്ലാസ്സിൽ ഈ കുട്ടീൻ്റെ പേര് ഓർത്ത് വെക്കുക കേട്ടോ, ഇക്തിയോഫിസ്. അപ്പോൾ അതിനകത്തെ ഇനി അടുത്തത് എന്താണ്? ഇതും സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ഇതും നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇനി അടുത്തത് എന്താണ്? അടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അടുത്തത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അടുത്തത് എന്താ സംഗതി? ഇതാണ് ഞാൻ പറഞ്ഞ ആൾ, സ്രാവിൻ്റെ ക്ലാസ്സിലെ പേടിപ്പിക്കുന്ന ആൾ, മനസ്സിലായില്ലേ? സ്രാവിൻ്റെ ക്ലാസ്സിലെ ഭീകരൻ കണ്ട, ഇത് ചോദിച്ചിട്ടുണ്ട്. സ്രാവിൻ്റെ ക്ലാസ്സിലെ ഭീകരനെ കണ്ട, ഇതെന്താണ്? ഇതാണ് നമ്മുടെ എന്ത്? സോഫിഷ്, പ്രിസ്റ്റിസ്. എന്താണ്? പ്രിസ്റ്റിസ്, സോഫിഷ്, ഈർച്ചവാൾ മത്സ്യം. അപ്പോൾ ഇതേതാണ്? നിങ്ങൾ പറയണം, ഇതേതാണ്? ഇതാണ് ഭീകരൻ. സ്രാവിൻ്റെ ക്ലാസ്സിലെ ഭീകരൻ. അതിനകത്ത് നോക്കൂ നിങ്ങൾ ഇതേതാണ്? ഇത് സോഫിഷ്, പ്രിസ്റ്റിസ് ആണ്. ഒരു ഐ ഉണ്ട് കേട്ടോ, പ്രിസ്റ്റിസ്. ഇനി എന്താണ്? ഇത് ഏത് ക്ലാസ്സാണ്? സ്രാവിൻ്റെ ക്ലാസ്സിൻ്റെ പേര് ഞാൻ പറഞ്ഞിരുന്നു, കോൺട്രിക്തിയസ് ആണ്. എന്താണ്? അപ്പം ABCD ക്ലാസ് അല്ല, കോൺട്രിക്തിയസ് ആണ്. ഇനി അതിലെ ഫീച്ചേഴ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. അപ്പോൾ സ്രാവിൻ്റെ ക്ലാസ്സിലെ ഭീകര ജീവിയാണ് ഇത്, മനസ്സിലായില്ലേ? നിങ്ങൾ പേടിക്കും. ഇത് കണ്ടോ എന്താ സംഗതി? ഇതിനെ കണ്ടു കഴിഞ്ഞാൽ പേടിക്കൂലേ? എന്താല്ലേ ഇത്? ഇങ്ങനൊരു ജീവി എങ്ങനെയാണ്? ഞാനും അതിനകത്ത് അത്ഭുതപ്പെട്ടു. ഇങ്ങനൊരു ജീവി എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ഈർച്ചവാളും വെച്ച് നടക്കുകയെന്നേ. പോലീസിൽ കേസ് കൊടുക്കേണ്ട കേസ് അതൊക്കെ. ക്ലാസ്സിൽ കുട്ടികൾ ഈർച്ചവാളായിട്ട് വന്നിങ്ങനെ, അത് മാത്രമല്ല വായൻ്റെ മുന്നിലാണ് ഈർച്ചവാൾ. അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ഇങ്ങനെ സ്കൂളിലേക്ക് ഒരു കുട്ടി വന്നു കഴിഞ്ഞാൽ ആ കുട്ടിയെ ക്ലാസ്സിൽ ഇരുത്താൻ സമ്മതിക്കുമോ? പക്ഷെ ഇവർ ക്ലാസ്സിൽ ഇരുത്തിയാണ് കേട്ടോ. കോൺട്രിക്തിയസില എന്ന് പറഞ്ഞ ക്ലാസ്സിലാണ് മാറ്റി വെച്ചിട്ടുള്ളത്. ഈ ഒരു അവസ്ഥ. അപ്പം ഇതിനകത്ത് നെയിം ദ ക്ലാസ്, ഇതേത് ക്ലാസ്സിലാണ് ഇതിനെ ഇരുത്തിയതെന്ന്. അപ്പോൾ ഈ ക്ലാസ് ഓർത്ത് വെക്കുക. ഇങ്ങനെയൊന്നും കുട്ടികൾ ക്ലാസ്സിലേക്ക് വരാറില്ല, പൊതുവെ ക്ലാസ്സിൽ ഇരുത്താറില്ല. പക്ഷേ ഇവരെ ക്ലാസ്സിൽ ഇങ്ങനത്തെ കുട്ടികളൊക്കെ ഉണ്ട്, ഈർച്ചവാളൊക്കെ ആയിട്ട് വരുന്ന കുട്ടികളുണ്ട്. കോൺട്രിക്തിയസ് എന്ന് ഏത് ക്ലാസ്സാണ്? കോൺട്രിക്തിയസ് കേട്ടോ, മറക്കണ്ട. അപ്പം അതിൻ്റെ ക്ലാസ്സിൽ അവന്മാർക്ക് എന്തില്ല? ബ്ലാഡർ ഇല്ല, അതുപോലെ ചെകിളപ്പൂക്കളൊന്നും, ചെകിളക്ക് കവറിങ് ഇല്ല. ഓക്കെ, അതൊക്കെ നമ്മൾ അന്ന് ഡിസ്കസ് ചെയ്തതാണ്. പിന്നെ എന്താണ്? ഇതൊക്കെ മനുഷ്യരെ കുഴക്കാൻ വേണ്ടിയിട്ട് ഇവന്മാർ ഓരോ ചോദ്യമൊക്കെ ഇട്ടിട്ട് വരുന്നതാണ്. അതൊക്കെ നമുക്ക് പിന്നീട് പറയാം.
ഇതിനകത്ത് ഇതിപ്പോൾ ഇന്ന് എനിക്ക് തീർത്തേ പറ്റുള്ളൂ. ഞാൻ ഇതിപ്പോൾ ഇന്ന് തീർക്കും പെട്ടെന്ന് ഫാസ്റ്റ് ആക്കിയിട്ട്, കാരണം എനിക്ക് ഇന്ന് തീർത്തേ പറ്റുള്ളൂ. ആൾ വെർട്ടിബ്രേറ്റ്സ് ആർ കോർഡേറ്റ്സ്. എല്ലാ നട്ടലുള്ളവരും എന്താണ്? കോർഡേറ്റുകളാണ്. പക്ഷേ എല്ലാ കോർഡേറ്റുകളും എന്തല്ല? നട്ടലുള്ളവരല്ല. അപ്പം ഞാൻ ഇതിനകത്ത് ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പലപ്പോഴും ചോദിക്കാറുണ്ട്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആട്ടോ. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ കോർഡേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഗർഭപാത്രത്തിൽ ഇരിക്കുമ്പോൾ വടിയും വെച്ചിരിക്കുന്നവരെയാണ് എന്ത് വിളിക്കുക? കോർഡേറ്റുകൾ എന്ന് വിളിക്കുക. അപ്പം ഗർഭപാത്രത്തിൽ നമ്മളൊക്കെ ഗർഭപാത്രത്തിൽ ഇരിക്കുമ്പോൾ നമ്മുടെ അടുത്ത് എന്തുണ്ട്? ഒരു വടിയുണ്ട്. എവിടെയാണ് വടി? മുകളിൽ. ഇതാ നമ്മളൊക്കെ ജനിക്കുമ്പോൾ നമ്മൾ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഇരിക്കുന്ന സമയത്ത് ഇവിടെ എന്തുണ്ട്? മുതുകത്തൊരു വടിയുണ്ട്. എന്തിനാണ്? ആരെങ്കിലൊക്കെ വന്നു കഴിഞ്ഞാൽ പേടിപ്പിക്കാൻ. മനസ്സിലായില്ലേ? അപ്പം ഈ ഒരു വടിയാണ് എന്ത്? നോട്ടോകോഡ്. നോട്ടോകോഡ്. അപ്പം ഈ വടിയുള്ളവരൊക്കെ ഇനി എന്തായി മാറും? എല്ലാവരും എന്താവില്ല, ചിലർക്കൊക്കെ ഈ വടി എന്തായി മാറും? പിന്നെ നട്ടെല്ലായി മാറും. ഈ വടി എന്തായി മാറും? നട്ടെല്ലായി മാറും. പിന്നെ ജനിക്കുമ്പോൾ ഈ വടിയൊന്നും കാണൂല. അതെന്താണ്? അവിടെ നട്ടെല്ലാണ്, വെർട്ടിബ്ര. അപ്പോൾ ഈ ജീവികളെ പിന്നെ എന്തായി മാറി? വെർട്ടിബ്രേറ്റ്സ് ആയി. അപ്പോൾ ഇവരെ ആരെന്നെയാണ്? ഇവർ കോർഡേറ്റുകൾ തന്നെയാണ്. മുതുകിൽ വടിയുള്ളവരെ എന്താ വിളിക്കുക? കോർഡേറ്റുകൾ. പക്ഷേ അവർ പിന്നെ എന്തായി? വെർട്ടിബ്രേറ്റ്സ് എന്ന് പറയുന്ന സബ് ഫൈലത്തിലോട്ട് മാറി. എന്നാൽ ചില കോർഡേറ്റുകൾ എന്താവില്ല? ചില കോർഡേറ്റുകൾ എന്താവില്ല? ഈ നോട്ടോകോഡ് എന്ത് ചെയ്യൂല? നട്ടല്ലായി. ഇതെന്തന്നെയാണ്? കോർഡേറ്റുകൾ തന്നെയാണ്. വടിയൊക്കെ ഉണ്ട്. പക്ഷെ ആ വടി പിന്നെ എന്തായി മാറൂല? നട്ടല്ലായി മാറൂല. നോ വെർട്ടിബ്രേറ്റ്സ്. അപ്പം എല്ലാ കോർഡേറ്റുകളും വെർട്ടിബ്രേറ്റുകളാണോ? ചില കോർഡേറ്റുകളല്ലേ നട്ടല്ലായി മാറുള്ളൂ. എല്ലാ കോർഡേറ്റുകളും വെർട്ടിബ്രേറ്റ്സ് അല്ലല്ലോ. പക്ഷെ എല്ലാ നട്ടലുള്ളവരും എന്താണ്? വടിയുള്ളവരല്ലേ? കാരണം വടിയല്ലേ നട്ടല്ലായി മാറുന്നത്. അപ്പം നട്ടലുള്ളവർക്കൊക്കെ വടി ഉണ്ടാവില്ലേ? എന്നാൽ വടിയുള്ളവർക്കൊക്കെ നട്ടെല്ലായി മാറുമോ? അതില്ലല്ലോ. അപ്പം നിങ്ങൾ അങ്ങനെയാണ് എഴുതേണ്ടത്. എല്ലാ കോർഡേറ്റുകൾക്കും നോട്ടോകോഡ് എന്താണ്? നോട്ടോകോഡ് പിന്നെ നട്ടെല്ലായി മാറൂല. നോട്ടോകോഡ് നട്ടെല്ലായി മാറിയാൽ അവരെന്താണ്? വെർട്ടിബ്രേറ്റ്സ് ആണ്. നോട്ടോകോഡ് നട്ടെല്ലായി മാറുന്നില്ലെങ്കിൽ അവരെന്താണ്? നോൺ വെർട്ടിബ്രേറ്റ്സ് ആണ്. നട്ടെല്ലില്ലാത്ത ജീവികളുണ്ട്. മനസ്സിലായില്ലേ? അപ്പം വെർട്ടിബ്രേറ്റ്സും നോൺ വെർട്ടിബ്രേറ്റ്സും. അപ്പം നട്ടെല്ലുള്ള ജീവികളുമുണ്ട്. ഇത് പറഞ്ഞ സംഗതി മനസ്സിലായോ? നട്ടെല്ലുള്ള കോർഡേറ്റുകളെല്ലാം എന്താണ്? വെർട്ടിബ്രേറ്റ്സ് അല്ല. പക്ഷെ നട്ടെല്ലുള്ളവരൊക്കെ എന്താണ്? കോർഡേറ്റുകളാണ്. കാരണം നട്ടെല്ലുണ്ടാവണമെങ്കിൽ അത് ആദ്യം വടിയാണ്. ആ വടിയാണ് നട്ടെല്ലായി മാറുക. അപ്പം നട്ടെല്ലുള്ളവരൊക്കെ ഈ കാറ്റഗറിയിൽ പെടും. പക്ഷേ കോർഡേറ്റുകൾ എല്ലാവർക്കും അത് നട്ടെല്ലുള്ളവരാവില്ല. കോർഡേറ്റ്സിൽ എന്താണ്? നട്ടെല്ലുള്ളവരുണ്ട്. പക്ഷേ എല്ലാ നട്ടെല്ലുള്ളവരും കോർഡേറ്റുകളാണ്. പക്ഷേ എല്ലാ കോർഡേറ്റുകളും എന്തല്ല? നട്ടെല്ലുള്ളവരല്ല. ഈ കോർഡേറ്റിൽ നട്ടെല്ലില്ലാത്തവരും ഉണ്ട്. മനസ്സിലായോ? അപ്പം എല്ലാവരിലും നോട്ടോകോഡ് എന്ത് ചെയ്യുന്നില്ല? വെർട്ടിബ്രൽ കോളമായി മാറുന്നില്ല. ചില ജീവികളിൽ നോട്ടോകോഡ് എന്തായി മാറുന്നുണ്ട്? നട്ടെല്ലായി മാറുന്നുണ്ട്. അപ്പം ആ ജീവികളെ വെർട്ടിബ്രേറ്റ്സ് വരുള്ളൂ. അല്ലാണ്ട് എല്ലാ കോർഡേറ്റ്സും എന്താവില്ല? വെർട്ടിബ്രേറ്റ്സ് ആവില്ല. പറഞ്ഞ മനസ്സിലായോ? മനസ്സിലായെങ്കിൽ അടിച്ചേ. അപ്പം ഇതാണ് അതിനകത്ത്. അപ്പം ഇതിൻ്റെ ആൻസർ നിങ്ങളിത് എഴുതി വെക്കുക. ഇതിൻ്റെ ആൻസർ ഇവിടെ? ആൻസർ എഴുതിയില്ല. അതാണ് എഴുതാൻ. ഇങ്ങനെ എഴുതി വെക്കുക. ആൻസർ എന്ത് ചെയ്യാന്നറിയാം? ഇങ്ങനെ എഴുതി വെക്കുക. ഇൻ ഓൾ കോർഡേറ്റ്സ് നോട്ടോകോഡ് ഈസ് നോട്ട് റീപ്ലേസ്ഡ് ബൈ വെർട്ടിബ്രൽ കോളം. എല്ലാവരിലും അതെന്താവില്ല? നട്ടെല്ലായി മാറൂല. നോട്ട് റീപ്ലേസ്ഡ് ബൈ വെർട്ടിബ്രൽ കോളം. സോ ഓൾ കോർഡേറ്റ്സ് ആർ നോട്ട് വെർട്ടിബ്രേറ്റ്സ്. അതുകൊണ്ട് തന്നെ വടി ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും എന്തല്ല? നട്ടെല്ലുള്ളവരാവില്ല. ഓൾ കോർഡേറ്റ്സ് ആർ നോട്ട് വെർട്ടിബ്രേറ്റ്സ്. പക്ഷേ വടിയുള്ളവരൊക്കെ നട്ടെല്ലുള്ളവരൊക്കെ എന്താണ്? വടിയുള്ളവരാണ്. ബട്ട് ഓൾ വെർട്ടിബ്രേറ്റ്സ് ആർ എന്താണ്? ഓൾ വെർട്ടിബ്രേറ്റ്സ് ആർ കോർഡേറ്റ്സ്. കാരണം അവരുടെ നട്ടെല്ലാണ് എന്തായി മാറുന്നത്? അല്ല, നോട്ടോകോഡാണ്, വടിയാണ് എന്തായി മാറുന്നത്? നട്ടെല്ലായി മാറുന്നത്. സോ ഓൾ വെർട്ടിബ്രേറ്റ്സ് ആർ കോർഡേറ്റ്സ് ബിക്കോസ് നോട്ടോകോഡ് ആണ് പിന്നെ എന്തായി മാറുന്നത്? നോട്ടോകോഡ് ഈസ് റീപ്ലേസ്ഡ്
ബൈ വെർട്ടിബ്രൽ കോളം. ഇത് ഒരു പഠിക്കാൻ ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അത് നിങ്ങൾ വീണ്ടും വീണ്ടും കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഇത് ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ ലൈക്ക് അടിച്ച്. ഓക്കെ ആണ്. ഇനി ഇതിനകത്തെ അടുത്ത സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഇത് നമ്മൾ പറഞ്ഞതാണ്. നിങ്ങൾ കഴിഞ്ഞ വീഡിയോ പോയിട്ട് കണ്ടു കഴിഞ്ഞാൽ ഇതിനകത്ത് കംപ്ലീറ്റ്ലി നമ്മളിത് പറഞ്ഞതാണ്. ഇന്ന് നമ്മൾ അതിനകത്ത് ഇത് പറയുന്നില്ല. കഴിഞ്ഞ വീഡിയോ നമ്മുടെ അതിൽ അപ്ഡേറ്റഡ് ആയിട്ടുണ്ട്. അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതും ഞാൻ പറഞ്ഞിട്ടുണ്ട്. മുടിയും ചീകി നടക്കുന്ന സുന്ദരി ആരാണ്? പ്ലൂറോബ്രാക്കിയ. ആരാണ് പേര്? പ്ലൂറോബ്രാക്കിയ. അപ്പോൾ ഒരു ബോൾ ഇങ്ങനെ കാണും, എന്നിട്ട് ഇങ്ങനെ മുടി ഇങ്ങനെ കാണും, അതിൻ്റെ നാല്, എന്നിട്ട് കുറേ കോമ്പിൻ്റെ പ്ലേറ്റുകൾ കണ്ടില്ലേ? കോമ്പ് പ്ലേറ്റ് ആണ് ഇതൊക്കെ. 8 നേരെയായിട്ട് എന്തുണ്ടാവും? ചീർപ്പ് ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. പക്ഷെ മുടിയൊന്നും വരില്ല കേട്ടോ. ചീർപ്പ് ഇങ്ങനെ വെക്കുന്നത് എന്തിനാ? നടക്കാനാണ്. മനസ്സിലായില്ലേ? ചീർപ്പും വെച്ച് നടക്കുകയാണ്, ലോക്കോമോഷന് വേണ്ടിയിട്ടാണ്, അല്ലാണ്ട് മുടി വാരാനല്ല. മനസ്സിലായില്ലേ? പക്ഷെ നല്ല നീളത്തിൽ മുടി കണ്ടു കഴിഞ്ഞാൽ മുടിയും വാർന്ന മുടിയാന്നൊക്കെ തോന്നും. നല്ല അടിപൊളി മുടിയില്ലേ അതിനകത്ത്? അതാണ്. അപ്പോൾ ഈ ജീവിയുടെ പേരാണ് പ്ലൂറോബ്രാക്കിയ. ഇത് ചീർപ്പുള്ള ഫൈലമാണ്, ടിനോഫോറ. അപ്പം ഐഡന്റിഫൈ ദ ഓർഗാനിസം. ഈ ജീവി ഏതാണെന്ന് ചോദിക്കാറുണ്ട്. ഇത് ഏത് ജീവിയാണ്? ഇത് പ്ലൂറോബ്രാക്കിയാണ്. ഇതെന്താണ്? പ്ലൂറോബ്രാക്കിയ. പിന്നെ ഇത് ഏത് ഫൈലം ആണെന്ന് ചോദിക്കാറുണ്ട്. ഇത് ഫൈലം ടീനോഫോറയാണ്. ചീർപ്പുള്ളവരുടെ ഫൈലമാണ് എന്ത്? ടീനോ എന്ന് പറഞ്ഞാൽ കോമ്പ് എന്നാണ്. റൈറ്റ്. ഇതിൻ്റെ എന്തെങ്കിലും ക്യാരക്ടറിസ്റ്റിക്സ് പറയാം. ഇവരുടെ ഭയങ്കര പരിപാടി എന്താണെന്നറിയോ? എല്ലാം ചേർന്ന ടീമാണ് ഇവർ മിന്നിക്കുന്ന ടീമുകളാണ്. ഫുൾ മിന്നിക്കലാണ് ഇവർ പരിപാടി. മുടിയൊക്കെ ഇങ്ങനെ ചീകി നടന്ന്, അത് മാത്രമല്ല ഫുൾ എന്താ പറയുക, ചീർപ്പൊക്കെ വെച്ച് ആ ഒരു സ്റ്റൈലാണ്. അത് മാത്രമല്ല ലൈറ്റ് മിന്നിക്കൽ ടീമാണ് ഇവർ. ബയോലൂമിനസെൻസ്. ഇവരെന്താണ്? മിന്നിക്കൽ ടീമുകൾ. ബയോലൂമിനസെൻസ്. ഇവരെന്ത് ചെയ്യും? ലൈറ്റ് ഇങ്ങനെ കത്തി മിന്നി നടക്കും. മനസ്സിലായില്ലേ? അവരാ ഒരു ലുക്കും അങ്ങനെ തന്നെയാണ്. ചീർപ്പും മുടിയും ഉള്ളിൽ ബൾബും. മനസ്സിലായില്ലേ? അപ്പം മിന്നിക്കൽ ടീംസ് ആണ് ടിനോഫോറകൾ. ടിനോഫോറകൾ എന്താണ്? ഫൈലം ടിനോഫോറ, മിന്നിക്കൽസ്. ആർക്കെങ്കിലും മിന്നിക്കണം എന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ ആണോ? ബയോലൂമിനസെൻസ്, ലൈറ്റ് എമിറ്റിംഗ് ടീമുകൾ. അപ്പം അതിനകത്ത് ബയോലൂമിനസെൻസ് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി അതിനകത്ത് നമുക്ക് ഇതിനകത്ത് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്തുണ്ട്? ബയോലൂമിനസെൻസ് ഉണ്ട്, പിന്നെ ചീർപ്പുണ്ട് എന്നൊക്കെയാണ്. അപ്പോൾ ഇത് അങ്ങോട്ട് എന്ത് ചെയ്യുക? ഇത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ഇത് അതിൻ്റെ മൂന്നാമത്തെ ആൻസറാണ്. പിന്നെ ഇതും സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. പിന്നെ ഇത് ഞാൻ പറയൂല, ഇത് ഫസ്റ്റ് ചാപ്റ്ററിൽ പറഞ്ഞതാണ്. പിന്നെ ഇതൊക്കെ ഞാൻ പറഞ്ഞതാണ്. ഇതെന്തുണ്ട്? കോയാനോ. പ്രബോസിസ് ആരെയാണ്? പ്രബോസിസ് ഉള്ളത് ആർക്കാന്നറിയോ? ബാലൻ എവിടെ? പ്രബോസിസ് ഉള്ളത് ആർക്കാണ്? പ്രബോസിസ് ഉള്ളത് ബാലനാണ്. ബാലന് നിങ്ങൾ കാണുന്ന പോലെയല്ല. ബാലൻ്റെ ഷേപ്പ് ഇങ്ങനെയാണ്. ബാലൻ എന്തുണ്ട്? ബാലനൊരു പ്രബോസിസ് ഉണ്ട്, ബാലനൊരു കോളാർ റീജിയൻ ഉണ്ട്, ബാലനൊരു ട്രങ്ക് ഉണ്ട്. ഇതാണ് ബാലൻ. മനസ്സിലായില്ലേ? ബാലൻ്റെ ഇത് കണ്ടിട്ടില്ലെങ്കിൽ ബാലനെ കുറിച്ച് അറിയാത്തവർ ശ്രദ്ധിക്കുക. ബാലൻ എന്താണ്? ബാലനൊരു പ്രബോസിസ് ഉണ്ട്. ബാലൻ എന്തുണ്ട്? ഒരു പ്രബോസിസ് ഉണ്ട്. ബാലനൊരു കോളാർ റീജിയൻ ഉണ്ട്. ബാലൻ എന്തുണ്ട്? ബാലനൊരു ട്രങ്ക് ഉണ്ട്. ഇതാണ് ബാലൻ. അപ്പോൾ ബാലനോഗ്ലോസസ് എന്നാണ് ഇതിൻ്റെ പേര്. ഇതെന്താണ്? ബാലനോഗ്ലോസസ്. അപ്പോൾ ഈ ജീവിക്ക് എന്താ പ്രത്യേകത? അതിന് പ്രബോസിസ് ഉണ്ട്. എന്തുണ്ട്? പ്രബോസിസ്. ബാലൻ എവിടെ? അതെ. അപ്പോൾ ബാലൻ എവിടെ? ബാലൻ ചാക്കിലാണ്. അപ്പോൾ അടുത്ത എക്സാമ്പിളാണ് സാക്കോഗ്ലോസസ്. സാക്ക് എന്ന് പറഞ്ഞാൽ ചാക്ക്. അപ്പോൾ ബാലൻ ചാക്കിലാണ്. ബാലൻ എവിടെ? ബാലൻ ചാക്കിലാണ്. അപ്പം പ്രബോസിസ് ഉള്ളത് ഇത് ഏത്? ബാലന് പക്ഷേ ചാക്കിൽ പകുതിയെ കൊണ്ടുള്ളൂ കേട്ടോ. ബാലനെ ചാക്കിലിടാൻ നോക്കിയപ്പോഴേ പകുതിയെ ചാക്കിൽ കൊണ്ടുള്ളൂ. ബാലൻ നല്ല നീളമുണ്ട്. ഹെമികോർഡേറ്റയാണ്. ഏത് ഫൈലമാണ് ഇവർ? പകുതി ഹെമികോർഡേറ്റ. അപ്പം ഇവർക്ക് എന്തുണ്ട്? സ്റ്റോമോകോഡ് ഉണ്ട്. ഇവിടെ എന്താണ്? ഇവർക്ക് വടിയല്ല ഉള്ളത്, ഇവർക്ക് സ്റ്റോമോകോഡാണ്. നോട്ടോകോഡല്ല, സ്റ്റോമോകോഡാണ്. അപ്പം ഇതൊക്കെയാണ് അതിനകത്ത് എന്ത്? ബാലൻ എവിടെ? ബാലൻ ചാക്കിലാണ്. ചാക്കിൽ കൊള്ളുന്നില്ല പകുതിയെ കൊള്ളുന്നുള്ളൂ. ഹെമികോർഡേറ്റയാണ്. പിന്നെ അതിനകത്ത് മലയാളി പിഗ് അറിയാത്ത ആരും ഉണ്ടാവില്ല.
മലയാളി പിഗ് ഏതാണ്? മലയാളി പിഗ് സിൽക്ക് പുഴു, ആർത്രോപോഡുകളാണ്, സിൽക്ക് വേമാണ് മലയാളി പിഗ്. അതിൻ്റെ കിഡ്നിയാണ്. റാഡുല ഒച്ചിൻ്റെ വായിലെ പല്ല്. ഒച്ചാണ് എന്ത്? ഒച്ചാണ് പിലാപ്പിലയിൽ ഒച്ചുണ്ടാവില്ലേ? പിലാപ്പില അതാണ് പിലാപ്പില എന്ന് പറഞ്ഞാൽ ഇവിടെ ഇതിനകത്ത് ഈ തെക്കൻ വടക്കൻ ഭാഗങ്ങളിലൊക്കെ പിലാപ്പില എന്ന് പറയാം ഈ പ്ലാവിലൊക്കെ. അപ്പോൾ ഈ പ്ലാവിലെടുത്ത് നോക്കുമ്പോൾ ഒച്ചിനെ കാണും അല്ലേ? അതാണ് അതിനകത്ത്. അപ്പോൾ റാഡുല കാണുന്നത് പിലയിലാണ് കേട്ടോ. പില എന്ന് പറഞ്ഞാൽ ആപ്പിൾ സ്നെയിലാണ്. അതിനകത്ത് പില. അപ്പം പില എന്ന് പറഞ്ഞാൽ റാഡുലയാണ്. ഒച്ചിൻ്റെ വായിലെ പല്ലാണ്. ഒച്ചിന് എക്സാമ്പിളാണ് പില. അപ്പം പിലയിൽ ഒച്ച്, റാഡുല. പിന്നെ മലയാളി പിഗ് ആർത്രോപോഡാണ്, അത് വേമാണ്, പ്രാണികളിൽ പെടുന്നതാണ്. പിന്നെ പ്രഭോ ബാലൻ എവിടെ? പിന്നെ കൊയാനോ സൈക്കണാണ്, മനസ്സിലായത്? നിങ്ങൾ പഠിച്ചു വെക്കണം. കൊയാനോ സൈറ്റ് എന്ന് പറഞ്ഞാൽ സ്പോഞ്ചിൽ കാണുന്നതാണ്. സ്പോഞ്ചിന് എക്സാമ്പിളാണ് സൈക്കൺ. അപ്പം കൊയനോസി അത് നിങ്ങൾക്ക് എളുപ്പത്തിൽ പറയാൻ പറ്റും. കൊയനോയ്ക്ക് ഒരു വൈ ഇവിടെ ഉണ്ട്, ഇവിടെയും വൈ ഉണ്ട്. സൈക്കൺ. പിന്നെ അതെ. അപ്പം സിൽക്ക് വേം, നെപ്രബോ ബാലൻ അതൊക്കെ നിങ്ങൾക്ക് അറിയാം. പിന്നെ പിലാപ്പിലയിൽ റാഡുല. അപ്പോൾ ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കി. ഇത് ഓക്കെ അല്ലേ? ഓക്കെ. പിന്നെ ഇതിനകത്ത് ഡൗട്ടൊന്നും ഇല്ലല്ലോ. ഓക്കെ. പിന്നെ ഇതിനകത്ത് ഇത് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ അതിനകത്ത് ഫാസ്റ്റായി പോകുന്നത്. കാരണം ഇതിനൊക്കെ എല്ലാം നമ്മൾ പറഞ്ഞതാണ്. പിന്നെ ഇതെന്താണ്? ഇത് വീണ്ടും സെയിം റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്. നിഡോബ്ലാസ്റ്റ് കാണുന്നത് ഏതിലാണ്? നിഡേറിയ, ഫൈലം നിഡേറിയ. പിന്നെ തല, കാല്, ഹമ്പുള്ള ഫൈലം ഏതാണ്? ഹമ്പുള്ള ഫൈലം മൊളുസ്കയാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് വണ്ടി അമ്പ് ചാടുമ്പോൾ നിങ്ങൾ ഒച്ചിനെ ഓർക്കണം, മനസ്സിലായില്ലേ? മൊളുസ്കയാണ് ഹമ്പുള്ള ജീവികൾ. പിന്നെ തുന്നി ചേർത്ത ജീവികൾ ഏതാണ്? ആർത്രോപോഡുകളാണ്, കാലുകൾ തുന്നി ചേർത്തത്. പിന്നെ പ്ലാറ്റി ഹെൽമിന്തസ് ആണ്. ഫ്ലെയിം സെല്ല് ഏതിലാണ് ഉള്ളത്? അപ്പം പ്ലാറ്റി ഹെൽമിന്തസ് ആണ്, മനസ്സിലായില്ലേ? അപ്പോൾ അതാണ്. അതിനകത്ത് അത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞതായതുകൊണ്ടാണ് വി ആർ ലിവിങ് ഇതിനകത്ത് ഫാസ്റ്റായിട്ട് പോകുന്നത്. ഇതൊക്കെ നമ്മൾ പറഞ്ഞാണ്. സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ഇതൊക്കെ ഇതിനകത്ത് വീണ്ടും റിപ്പീറ്റ് അടിക്കുന്നതെന്ന് കാണാൻ സാധിക്കും. ഇത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും. പിന്നെ ഉള്ളത് ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ഇത് അതിനകത്ത് മുട്ടയിടുന്ന ജീവികളും പ്രസവിക്കുന്ന തരംതിരിക്കാനാണ്. അപ്പോൾ ആരൊക്കെയാണ് പ്രസവിക്കുന്നത്? ഗൈനക്കോളജിക്ക് അതിനകത്ത് ചിലവുണ്ട്. ഗൈനക്കോളജിയിൽ കൊണ്ടുപോകേണ്ടി വരും, മനസ്സിലായില്ലേ? ഇതിനകത്ത് ലേബർ റൂമിൽ പോയി പ്രസവിക്കുന്ന ആരൊക്കെയാണെന്ന് ചോദിക്കുന്നത്. അതിനകത്ത് കാനിസ് എന്താണ്? ഡോഗ്. കാനിസ് എന്ന് പറഞ്ഞാൽ എന്താ? ഡോഗാണ്. ഫെലിസ് എന്ന് പറഞ്ഞാൽ എന്താ? പൂച്ചയാണ്. അപ്പം നായയും പൂച്ചയൊക്കെ പ്രസവിക്കുന്നതല്ലേ? അപ്പം നായയും പൂച്ചയും പ്രസവിക്കുന്നതെന്നറിയാം, പക്ഷേ കാനിസും ഫെലിസും പ്രസവിക്കുന്നതെന്ന് അറിയില്ല. അതാണ് പ്രശ്നം. കാനിസ് എന്ന് പറഞ്ഞാൽ കാനിസ് നായ, ഡോഗ്. ഫെലിസ് എന്ന് പറഞ്ഞാൽ പൂച്ചയാണ്, മനസ്സിലായില്ലേ? അപ്പം അത് പ്രസവിക്കുന്നവരാണ്. വിവി പാരസ് ആണ്. ഓവി മുട്ടയിടുന്നവർ ഏതാണ്? മുട്ടയിടുന്നവർ പക്ഷികളാണ്. കോർവസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം കാക്ക, മനസ്സിലായില്ലേ? അതാണ്. അപ്പം ടെസ്റ്റുഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടോട്ടോയ്സ് ആണ്, മനസ്സിലായില്ലേ? ആമ. അപ്പം ആമ കണ്ടിട്ടില്ലേ? കടപ്പുറത്ത് വന്നിട്ട് ആമ മണലൊക്കെ ഇങ്ങനെ മാന്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ മുട്ടയിട്ടിട്ട് പോകും. എന്നിട്ട് കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് കടലാമകൾ വിരിഞ്ഞിട്ട് കടലിലേക്ക് പോകുന്നത്. അപ്പോൾ ഇതൊരു ഒരു അടിപൊളി സീനാണത്. അപ്പോൾ ആ സീൻ എന്ത് ചെയ്യുക? കാണുക. അപ്പോൾ ഇതാണ് ടെസ്റ്റുഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആമയാണ്. ടോ അത് തന്നെ ഇല്ലേ? ടോ കാക്ക, ക്രൗ കോർവസ്. ഇത് പെലിസ് എന്നാക്കിയാൽ മതി. പെലിസ് പൂച്ച. പൂച്ച. കാനിസ് ഡാനിസ് എന്നാക്കിയാൽ മതി. ഡോഗ് ഡാനിസ് ഡോഗ്. അപ്പോൾ ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ഇനി നമുക്ക് അതിനകത്തുള്ളത് ഇനിയൊക്കെ റിപ്പീറ്റാണ്, അതുകൊണ്ട് തന്നെ അധികം ഉണ്ടാവില്ല. പിന്നെ ഇത് ഞാൻ പറഞ്ഞതാണ് റേഡിയൽ സിമെട്രി, ബൈലേറ്ററൽ സിമെട്രി. അപ്പോൾ ഈ പിക്ചർ ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കും. ഈ ഒരു പിക്ചർ കണ്ടാൽ ഇതെന്താണ്? ഈ ഒരു പിക്ചർ കണ്ടാൽ എന്താ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? ഈ ഒരു പിക്ചർ കണ്ടാലേ ഇത് റേഡിയൽ സിമെട്രിയാണ്. ഈ ജീവിനെ എല്ലാ പ്ലെയിനിലും എന്ത് ചെയ്യാം? കട്ട് ചെയ്യാം. ഇത് ഹൈഡ്ര ഒക്കെ ഇങ്ങനെ എക്സാമ്പിളാണ്. സീലൻഡ്രേറ്റുകൾ, നമ്മുടെ ഫൈസാലിയ, ആഡം ഒക്കെ വരുന്നുണ്ടല്ലോ, അവരെ ശരീരത്തെ എന്ത് ചെയ്യുക? പല കാറ്റഗറി ആക്കാം.
എനിക്ക് ഇനിയിപ്പം ഞാനതിനകത്ത് അതിനകത്ത് സാരമില്ല. എനിക്കതിനകത്ത് ഇപ്പം ഇനി ഇത് ഈ ജീവിയെ കണ്ടോ, ഞണ്ട് ഇങ്ങോട്ട് ഒരു ഹാഫോ ഇങ്ങോട്ട് ഒരു ഹാഫോ ആക്കാൻ പറ്റുള്ളൂ, അല്ലാണ്ട് എങ്ങനെ കട്ട് ചെയ്യാനും ഹാഫ് കിട്ടൂല. മനസ്സിലായില്ലേ? അപ്പം ഇത് ഏത് സിമെട്രിയാണ്? ബൈലാറ്ററൽ സിമെട്രിയാണ്. ഇത് ഏത് സിമെട്രിയാണ്? റേഡിയൽ സിമെട്രിയാണ്. ഈ ജീവിയെ എങ്ങനെ കട്ട് ചെയ്ത് നോക്കൂ, ഹാഫ് കിട്ടും, 2 ഈക്വൽ ഹാഫുകൾ കിട്ടും. അപ്പം ഇതേത് സിമെട്രിയാണ്? റേഡിയൽ സിമെട്രിയാണ്. ഇതേത് സിമെട്രിയാണ്? റേഡിയൽ സിമെട്രി. ഇതേത് സിമെട്രിയാണ്? ബൈലാറ്ററൽ സിമെട്രി. 2 സൈഡിലേക്ക് ഒരു ഒറ്റ കട്ടിങ് നടത്തിയാലേ പകുതി കിട്ടുള്ളൂ. ഇനി അതിൻ്റെ വ്യത്യാസം എന്താണ്? എ എന്ന് പറഞ്ഞാൽ എന്താണ്? റേഡിയൽ സിമെട്രിയുടെ ഡെഫിനിഷൻ എഴുതണം. എന്താ റേഡിയൽ സിമെട്രി? സെൻറ്ററിലൂടെ പാസ് ചെയ്യുന്ന എനി പ്ലെയിനിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാലും 2 ഈക്വൽ ഹാഫ്സ് കിട്ടും. ബൈലാറ്ററൽ സിമെട്രിയോ? സെൻറ്ററിലൂടെ പാസ് ചെയ്യുന്ന ഒറ്റ പ്ലെയിനിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2 ഹാഫ് കിട്ടുള്ളൂ. എനി പ്ലെയിനിൽ കട്ട് ചെയ്താൽ ഹാഫ് കിട്ടില്ല, ഒറ്റ പ്ലെയിനിൽ 2 ഹാഫ് കിട്ടും. ഇനി സിമെട്രി കാണിക്കുന്ന അനിമലിന് എക്സാമ്പിൾ, സിമെട്രി കാണിക്കുന്ന അനിമൽ ഏതാ? റൈറ്റ് ആൻ എക്സാമ്പിൾ ഫോർ അനിമലിങ് സോയിങ് അസിമെട്രിയാണ്. അസിമെട്രിയാണ്, അത് മാറിപ്പോണ്ട. ഒരു സിമെട്രിയും കാണിക്കൂലെന്നേ, ഒരു സിമെട്രിയും കാണിക്കൂല. എന്താ പറയുക? ഒരു സിമെട്രിയും കാണിക്കൂല. ആ ജീവിയാണ് പോരിഫറ. സ്പോഞ്ച് എന്താണ്? സ്പോഞ്ച് തോന്നിയ പോലെയാണെന്നേ. സ്പോഞ്ചിൻ്റെ ശരീരം എങ്ങനെയും കട്ട് ചെയ്താൽ ഹാഫ് കിട്ടൂല. കുറേ അങ്ങോട്ടേക്കാണെങ്കിൽ കുറേ ഇങ്ങോട്ടേക്ക് എന്നൊക്കെ പറഞ്ഞ പോലെയാണ് സ്പോഞ്ചിൻ്റെ വളർച്ച. അപ്പോൾ സ്പോഞ്ച് എന്താണ്? ആസിമെട്രിയാണ്. സ്പോഞ്ച് എന്താണ്? അപ്പം സിമെട്രി ഇല്ലാത്ത ഫൈലം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സിമെട്രി ഇല്ലാത്ത ഫൈലം ഏതാണ്? സിമെട്രി ആസിമെട്രി ഉള്ളത് സ്പോഞ്ചാണ്. പോരിഫറ. ഫൈലം പോരിഫറ. ഫൈലം പോരിഫറ. അസിമെട്രി ഫൈലം പോരിഫറ. അപ്പം ഇതിനകത്ത് റേഡിയൽ സിമെട്രി എഴുതി വെക്കുക, ബൈലാറ്ററൽ സിമെട്രി എഴുതി വെക്കുക. റേഡിയൽ സിമെട്രി എന്ന് പറഞ്ഞാൽ ആ ജീവിനെ എങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാലും എന്ത് കിട്ടും? 2 ഹാഫ് കിട്ടും. ബോഡി ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു 2 ഈക്വൽ ഹാഫ്സ് ഇൻ എനി പ്ലെയിൻ വിച്ച് പാസ് ത്രൂ സെൻറ്റർ. സെൻറ്ററിലൂടെ പാസ് ചെയ്യണമെന്നേ ഉള്ളൂ. സ്റ്റാർ ഫിഷിനെ സെൻറ്ററിലൂടെ പാസ് ചെയ്താൽ ഇങ്ങനെ കട്ട് ചെയ്താൽ ഹാഫ് കിട്ടും, സ്റ്റാർ ഫിഷിനെ ഇങ്ങനെ കട്ട് ചെയ്താൽ ഹാഫ് കിട്ടും, സ്റ്റാർ ഫിഷിനെ ഇങ്ങനെ കട്ട് ചെയ്താലും ഹാഫ് കിട്ടും. ഒക്കെ ഈക്വൽ ഹാഫ് കിട്ടുക. സ്റ്റാർ ഫിഷിനെ സെൻറ്ററിലൂടെ പാസ് ചെയ്യുന്ന ഏത് പ്ലെയിനിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഹാഫ് കിട്ടും. പക്ഷേ ചില ജീവികൾ എന്ത് ചെയ്യില്ല, ബോഡി ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു 2 ഈക്വൽ ഹാഫ്സ് ഇൻ ഓൺലി 1 പ്ലെയിൻ. സെൻറ്ററിലൂടെ പാസ്. ഇപ്പം ഇങ്ങനെയുള്ളൊരു ജീവി, ഇങ്ങനെയുള്ള ജീവിനെ നിങ്ങളിപ്പം മനുഷ്യനൊക്കെ അതിനകത്ത് എന്താണ്? മനുഷ്യന് ഇതിനകത്ത് ഇപ്പോൾ കയ്യും കാലും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്താൽ മാത്രമേ 2 ഹാഫുകൾ വരുള്ളൂ. മനസ്സിലായില്ല? അങ്ങനെ കട്ട് ചെയ്യാൻ നിൽക്കണ്ട. കട്ട് ചെയ്യാൻ അതിനകത്ത് അതല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഡിവൈഡ് ചെയ്യാന്നാണ്. മനസ്സിലായില്ലേ? ബോഡി ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു 2 ഈക്വൽ, 2 ഹാഫായിട്ട് മാറ്റാൻ പറ്റും. ഇപ്പം അത് ഒരു പ്ലെയിനിൽ, അതായത് മനുഷ്യൻ എന്താണ്? ഇങ്ങനെയുള്ള ഒരു ജീവിയാണ്. ഒരേ ഹാഫ്, അതേപോലെ ഇപ്പുറത്തൊരു ഹാഫ്. അപ്പോൾ ഒറ്റ പ്ലെയിനിൽ 2 കിട്ടുള്ളൂ. അല്ലാണ്ട് ഇനി ഇങ്ങനെയുള്ളൊരു ഹാഫ് ഇല്ലല്ലോ. ഇവിടേക്ക് തല, ഇവിടേക്ക് കാല്. അപ്പോൾ ഈ ഒരു ഹാഫ് കിട്ടൂല. അപ്പോൾ സെൻറ്ററിലൂടെ പാസ് ചെയ്യുന്ന ഈ പ്ലെയിനും എന്താണ്? സെൻറ്ററിലൂടെ പാസ് ചെയ്യുന്നതാണ്. പക്ഷേ ഇങ്ങനെ കട്ട് ചെയ്താൽ മുകളിൽ തല, താഴെ കാലല്ലേ. അപ്പോൾ അത് പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനെ കിട്ടത്തുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ ഓക്കെ. അപ്പോൾ അതാണ് ഉദ്ദേശിച്ചത്. പിന്നെ അസീലോമേറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, സ്യൂഡോ സീലോമേറ്റ് കഴിഞ്ഞ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പറഞ്ഞിട്ടുണ്ട്, നിഡോബ്ലാസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, റാഡുല ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് കണ്ടു കഴിഞ്ഞാൽ എല്ലാം പറഞ്ഞാണ്. അസീലോമേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലാറ്റി ഹെൽമിന്തസ് ആണ്. സ്യൂഡോ സീലോമേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആഷ് ഹെൽമിന്തസ് ആണ്. എന്താണ്? ആഷ് ഹെൽമിന്തസ്. പിന്നെ നിഡോബ്ലാസ്റ്റ് കാണുന്നത് നിഡേറിയയിലാണ്. റാഡുല നമ്മളിപ്പം ഈ വീഡിയോ തന്നെ പറഞ്ഞതാണ്, മൊളുസ്കയിലാണ്. ഒച്ചിൻ്റെ വായിലെ പല്ല് റാഡുല, ഒച്ച് മൊളുസ്കയിലാണ്. പിന്നെ ഇത് നിങ്ങൾക്ക് പക്ഷികൾ ഓരോ കാറ്റഗറി എക്സാമ്പിൾ പഠിക്കണം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓരോ കാറ്റഗറി എക്സാമ്പിളുകൾ. ഇപ്പം റെപ്റ്റൈൽസിനെ ഇഴഞ്ഞു പോകുന്ന ജീവികളാണ്. അതേതാണ് ഇഴഞ്ഞു പോകുന്ന ജീവി? അതിൽ വരുന്നതാണ് അലിഗേറ്റർ, മുതലേൻ്റെ ഒക്കെ പോലുള്ള കാറ്റഗറി. മാമൽസ് എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കുന്നതാണ്. അതിലിപ്പം ഏതാ വരിക? അതിൽ ടിറോപ്പസ് ആണ്. മനസ്സിലായില്ലേ? മാമൽസിൽ. പക്ഷിയിൽ എന്താണ്? കാക്ക, കോർവസ്. അംഫിബിയയിലാണ് സൽമാൻ വരുന്നത്. സൽമാൻ എന്താണ്? തവളൻ്റെ ക്ലാസ്സിലാണ്. സലമാൻഡർ. സൽമാൻ അല്ല, സലമാനാണ്. അപ്പോൾ സലമാൻഡ്ര വരുന്നത് ഏതിലാണ്? സലമാൻഡ്ര വരുന്നത് നമ്മുടെ അംഫീബിയൻസിലാണ്. മനസ്സിലായത്? തവളൻ്റെ ക്ലാസ്സിലാണ് ആര്? സലമാൻഡ്ര. മനസ്സിലായില്ലേ? സലമാൻഡ്ര. അപ്പോൾ സലമാൻഡ്ര വരുന്നത് ഏതിലാണ്? സലമാൻഡ്ര വരുന്നത് തവളൻ്റെ ക്ലാസ്സിലാണ്. അപ്പോൾ അത് എക്സാമ്പിളുകൾ പഠിച്ചു വെക്കുക കേട്ടോ. അംഫീബിയയിലാണ് സലമാൻ, തവളൻ്റെ ക്ലാസ്സിലാണ് സലമാൻ.
പക്ഷികളുടെ ഏവ്സ് എന്ന് പറഞ്ഞാൽ ബേർഡ്സ് എന്നാണ്. ഏവ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പക്ഷികൾ. പക്ഷികളിലാണ് കാക്ക, കോർവസ്, അതിനെ കോർവസ് എന്നാണ് അതിൻ്റെത്. പിന്നെ മാമൽസ്, പക്ഷികൾ ഇതിനകത്ത് പാല് കൊടുത്ത് വളർത്തുന്നതാണ് ടെറോപ്പസ്. ദെൻ ഫ്ലൈയിങ് ഫോക്സ് എന്നൊക്കെ അതിനെ വിളിക്കും. റെപ്റ്റൈൽസിലാണ് നമ്മുടെ ഇഴഞ്ഞു പോകുന്ന കാറ്റഗറിയിൽ പെടുന്നതാണ് നമ്മുടെ അലിഗേറ്ററൊക്കെ, മുതല കാറ്റഗറിയൊക്കെ അതിനകത്ത് പെടുന്നതാണ്. അപ്പം ഇനി നമുക്ക് ഏതും സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. സോ ലാസ്റ്റ് കാറ്റഗറിയിലോട്ട് നമ്മൾ പോകുന്നു. ഇതും നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചു. ഇനി കോൺട്രിക്റ്റസ് ഓസ്റ്റിക്റ്റസ് വ്യത്യാസം ഓൾറെഡി ഡിസ്കസ്ഡ് ആണ്, ഈ ക്ലാസ്സിൽ തന്നെ ഡിസ്കസ്ഡ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതും ഞാൻ ഇതിനകത്ത് പറഞ്ഞതാണ്, ഇതിനകത്ത് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ഓസ്റ്റിയ, ഓട്ടകൾ, വലിയ ഓട്ട, ഓസ്കുലം. പിന്നെ അതിനെ ലൈൻ ചെയ്തിട്ട് കൊയനോസൈറ്റ്, അതായത് നമ്മൾ പറഞ്ഞിരുന്നു ഓട്ടകൾ ഓസ്റ്റിയ. പിന്നെ വലിയ ഒരു ഓട്ട, ഓസ്കുലം, അതിനെ ലൈൻ ചെയ്ത അത് സ്പോഞ്ചിലാണ്, ഫൈലം പോരിഫറ. പിന്നെ കോമ്പ്, ചീർപ്പ്, ടിനോഫോറ. പിന്നെ ബോഡി കഷ്ണങ്ങളാകുന്നത് മെറ്റാമറിക് നെഫ്രിഡിയം, അന്നല്ലിഡ. പിന്നെ തോട്, ജോയിൻറ്റഡ് അപ്പൻഡേജസ്, തുന്നിച്ചേർത്ത കാലുകൾ, ആർത്രോപോഡ. അപ്പം ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ്ഡ് ആണ്. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക? സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ഇതിന് ഗിൽ സ്ലിറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്, പിന്നെ കണ്ണ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിന് ഫിന്ന് ഇതല്ലേ, എൻ്റെ ഫിൻസ് ഉണ്ട്, ഫിഷ് പോലെയാണ്. ഈ ജീവിയാണ് എന്ത്? സൈക്ലോസ്റ്റൊമാറ്റ. ഇതിൻ്റെ വായ എന്താണെന്നറിയാം? ഉരുണ്ടിട്ടാണ്, താടിയെല്ലില്ല. ഈ ജീവിക്ക് എന്തില്ല? താടിയെല്ലില്ല, വായ ഇങ്ങനെ ഉരുണ്ടിട്ടാണ്. അപ്പോൾ ഉരുണ്ടതുകൊണ്ടാണ് സൈക്ലോസ്റ്റൊമാറ്റ എന്ന് വിളിക്കുന്നത്. സ്റ്റൊമാറ്റ എന്ന് പറഞ്ഞാൽ വായ എന്നാണ്, സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഉരുണ്ടിട്ട് എന്നാണ്. അപ്പോൾ ഉരുണ്ട വായ ഉള്ളതാണ്. ഇവർ സാധനങ്ങളൊക്കെ വലിച്ച് കുടിക്കാനും ചെയ്യുക, അല്ലാതെ കടിച്ച് തിന്നാനൊന്നും പറ്റത്തില്ല. പിന്നെ ഇവരുടെ ഒരു പ്രത്യേകതയാണ്, ഇവരാണ് കടലിൽ ജീവിക്കുന്നവരാണ്. ഇവരെന്താണ്? മറൈനാണ്. പക്ഷേ കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട്, സ്പോണിങ്ങിന് വേണ്ടിയിട്ട്, കുഞ്ഞ് വിരിയുന്ന സമയത്ത് എന്ത് ചെയ്യും? കുഞ്ഞുങ്ങൾ വിരിയുന്ന സമയത്ത് ഇവർ പുഴയിലേക്ക് പോകും. എന്നിട്ട് അവിടെ കിടന്നിട്ട് എന്ത് ചെയ്യും? കുഞ്ഞുങ്ങൾ വിരിഞ്ഞു കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്യും? മരിക്കും. എന്നിട്ട് കുഞ്ഞുങ്ങൾ തിരിച്ച് എങ്ങോട്ടേക്ക് തന്നെ വരും? കടലിലേക്ക് തന്നെ വരും. അപ്പം അത് കാണിക്കുന്നതാണ് അത്. അപ്പം ഐഡൻറ്റിഫൈ ദ ക്ലാസ്. ഇത് ഏത് ജീവിയാണ്? ആ ക്ലാസ് സൈക്ലോസ്റ്റൊമാറ്റയാണ്. ഏത് ക്ലാസ്സാണ്? ഇവരുടെ ക്ലാസ് എന്ന് പറഞ്ഞാൽ വായ ഉരുണ്ടിട്ടുള്ളവരുടെ ക്ലാസ്സാണ് സൈക്ലോസ്റ്റൊമാറ്റ. അപ്പം നിങ്ങൾ ഈ വായ ഉരുണ്ട കുട്ടികളെ കാണണമെങ്കിൽ ഏത് ക്ലാസ്സിൽ പോയാൽ മതി? സൈക്കിൾ എടുത്ത് സൈക്ലോസ്റ്റൊമാറ്റയിൽ പോയാൽ മതി. അപ്പം വായ ഉരുണ്ടിട്ടുള്ളവരാണ്, ഇവർക്ക് താടിയില്ലില്ല. മനസ്സിലായില്ലേ? അതിൻ്റെ മൈഗ്രേഷനെ കുറിച്ച് എന്തെങ്കിലും എഴുതാനാണ് പറഞ്ഞത്. മൈഗ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവർ മറൈൻ അനിമൽസ് ആണ്, കടലിലാണ് ജീവിക്കുക. പക്ഷേ കുഞ്ഞുങ്ങൾ വിരിയിക്കാൻ വേണ്ടിയിട്ട് എവിടേക്ക് പോകും? പുഴയിലേക്ക് പോകും, ഫ്രഷ് വാട്ടർ. എന്നിട്ട് സ്പോണിങ്ങിന്, ആഫ്റ്റർ സ്പോണിങ്, കുഞ്ഞുങ്ങൾ വിരിക്കാൻ സ്പോണിങ് എന്നാണ് പറയുക. ആഫ്റ്റർ സ്പോണിങ് ദേ വിൽ ഡൈ, പാരൻസ് വിൽ ഡൈ. അതിനകത്ത് ദെൻ ഓഫ് സ്പ്രിങ്സ്, കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യും? വിൽ അഗെയിൻ കം ടു സി, കടലിലേക്ക് തന്നെ വരും. അപ്പോൾ അതാണ്. ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കൂ. ഇത് അതിൻ്റെ ഒരു എക്സാമ്പിളാണ്. ഇത് അതിൻ്റെ ആ മൈഗ്രേഷനെ കുറിച്ച് പറയാനാണ്. മൈഗ്രേഷനെ കുറിച്ച് പറയുന്നതാണ്. ഇതെന്തിൻ്റെ മൈഗ്രേഷനെ കുറിച്ച് പറയുന്നതാണ്. സൈക്ലോസ്റ്റൊമാറ്റകൾ. എന്താണ്? സൈക്ലോസ്റ്റൊമാറ്റകൾ. സൈക്ലോസ്റ്റോംസ് ആർ മറൈൻ ബട്ട് മൈഗ്രേറ്റ് ഫോർ സ്പോണിങ്. ഇവരെന്താണ്? ഇവർ മറൈൻ അനിമൽസ് ആണ്. മുട്ട സ്പോണിങ് എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ വിരിക്കാൻ വേണ്ടിയിട്ട് അവർ ഫ്രഷ് വെള്ളത്തിലേക്ക്, പുഴയിലേക്ക് പോകും. വിരിഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? അവർ കടലിലേക്ക് തന്നെ വരും. അപ്പോൾ അത് നമ്മൾ ഇതിനകത്ത് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഇത് ഇതിനകത്തെ എന്താ പറയുക, കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു സംഭവമാണ്. ഇതായിരുന്നു തോന്നുന്നു ഇപ്രാവശ്യം മോഡലിന് വന്നിട്ടുണ്ടായിരുന്നു. നട്ടലുള്ള ജീവികളെ നമ്മൾ എന്താക്കും? 2 ഡിവിഷനാക്കും. ഒരു ഡിവിഷൻ അഗ്നാത്ത. ഇതാണ് ഒരു ഡിവിഷൻ, അഗ്നാത്ത. ഞാൻ അതാണ് നോക്കുന്നത് എങ്ങോട്ടേക്കാണ്. ഒരു ഡിവിഷൻ എന്താണ്? അഗ്നാത്തേനെ അവിടെ കാണുന്നില്ല. അപ്പോൾ അഗ്നാത്തേനെ അവിടെ കാണുന്നില്ല, എന്നാലോ നാത്തോസ്റ്റൊമാറ്റ. അപ്പം ഇതാണ് ഡിവിഷൻ. ഇത് എയും ബിയും ആക്കും. അപ്പം നട്ടിലുള്ളവർ എന്താക്കും? ഒരു ഡിവിഷൻ, നട്ടിലുള്ളവരെ 2 ഡിവിഷനാക്കും. അഗ്നാത്തയും താടിയല്ലില്ല എന്നാണ് അഗ്നാത്ത എന്ന് പറഞ്ഞാൽ. ഇനി നാത്തോസ്റ്റൊമാറ്റ എന്ന് പറഞ്ഞാൽ താടിയല്ലുള്ളവർ. ഈ അഗ്നാത്തയിലാണ് ആര് വരുന്നത്? സൈക്ലോസ്റ്റൊമാറ്റ, താടിയല്ലില്ലാത്തവർ. ഇനി നാത്തോസ്റ്റൊമാറ്റ എന്ന് പറഞ്ഞാൽ താടിയല്ലുള്ളവരിൽ വരുന്നതാണ് ഫിഷ്. അതുപോലെ തന്നെ നാൽക്കാലികൾ, ടെട്രാപോഡകൾ, അതായത് ഫിഷ് അല്ലാത്ത ബാക്കി തവള,
4 കാലുള്ള ജീവികൾ, മനുഷ്യർ എല്ലാം, മുതല, പാമ്പ്, പക്ഷികൾ ഒക്കെ. പക്ഷികൾക്ക് എന്താണ് 4 കാലാണ്, ചിറകാണ് 2 കാല്. അപ്പം ഇതിനകത്തെ ഫിഷിൽ പിന്നെ 2 ക്ലാസ്സാണ് നമുക്കറിയാം. ഒന്നെന്താണ് കോൺട്രിക്റ്റിയസ്, സോഫ്റ്റ് ബോൺ ഉള്ളവരും, ഒന്ന് മുള്ളുള്ള മത്സ്യം ഓസ്റ്റിക്റ്റിയസ്. പിന്നെ 4 കാലുള്ളവരെ നമ്മൾ എന്താക്കാറുണ്ട്? 4 കാലുള്ളവരെ നമ്മൾ എന്താക്കാറുണ്ട്? 4 കാലുള്ളവരെ നമ്മൾ തവളകളാണ്. അവരുടെ ഫസ്റ്റ് ക്ലാസ് ഏതാണ്? തവളകളാണ്. 4 കാലി, തവള 4 കാലി കേട്ടോ. നിങ്ങൾ നാളേക്ക് 4 കാലാണ്, 4 കാലി. പിന്നെ ഏതാണ് 4 കാലി? പാമ്പിന് ഇതിനകത്ത് എന്താണ് ഇല്ലെങ്കിലും പാമ്പിൻ്റെ കാറ്റഗറി ഒക്കെ വരുന്ന നമ്മുടെ മുതലയില്ലേ, മുതലക്കൊക്കെ 4 കാലാണ്. റെപ്റ്റൈൽസ്, പല്ലിക്കൊക്കെ. പിന്നെ ബേർഡ്സ്, പക്ഷികൾക്കും 4 കാലാണ്. പിന്നെ മാമൽസ്, നമുക്കും എന്താണ് 4 കാലാണ്. നമുക്ക് 2 കയ്യും 2. അപ്പം 4 ലിംബാണ്. ടെട്രാ പോഡ എന്ന് പറഞ്ഞാൽ കാല് എന്നാണ്, ലിംബ് എന്നാണ്, മനസ്സിലായി, കൈകാലുകൾ. ടെട്ര എന്ന് പറഞ്ഞാൽ 4. അപ്പം നമ്മളൊക്കെ ഈ കാറ്റഗറിയിലാണ്. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ ഒരു ഡിവിഷനുണ്ട്. അപ്പം അത് ഇപ്രാവശ്യം മോഡലും ചോദിച്ചിട്ടുണ്ട്, മുമ്പും ചോദിച്ചിട്ടുണ്ട്. അപ്പം ഇതാണ് സംഗതി. ഇതിനകത്ത് നോക്കൂ നിങ്ങൾ, നട്ടെല്ലുള്ളവർ എന്താണ്? വെർട്ടിബ്രേറ്റ. നട്ടെല്ലുള്ളവരെ നമ്മൾ എന്താക്കും? 2 ഡിവിഷൻ ആക്കും. 2 ഡിവിഷൻ. ഒരു ഡിവിഷൻ്റെ പേരാണ് അഗ്നാത്ത, താടിയെല്ലില്ലാത്തവർ. മറ്റൊരു ഡിവിഷൻ്റെ പേരാണ് നാത്തോസ്റ്റൊമാറ്റ, വായിൽ താടി എല്ലുള്ളവർ. ഇനി താടിയെല്ലില്ലാത്തതിൽ ഒറ്റ ക്ലാസ്സേ ഉള്ളൂ, സൈക്ലോസ്റ്റൊമാറ്റ. അതിൻ്റെ എക്സാമ്പിളാണ് പെട്രോമൈസൺ, മനസ്സിലായില്ലേ? പെട്രോമൈസൺ. പിന്നെ താടിയിലുള്ള കാറ്റഗറിയിൽ 2 ഉണ്ട്. താടിയിലുള്ളവരിൽ ഒന്നെന്താണ്? പിസ്സസ്, ഫിഷിൻ്റെ കാറ്റഗറി. അതിൽ 2 ക്ലാസ് ഉണ്ട്. ഇതിനകത്ത് സൂപ്പർ ക്ലാസ് ആണ്. ഇതെന്താണ്? ഇത് സൂപ്പർ ക്ലാസ് ആണ്. ഇത് ഡിവിഷനാണ്. പിന്നെ സൂപ്പർ ക്ലാസ് ആണ്. സൂപ്പർ ക്ലാസ്സിൽ ഫിഷസിൻ്റെ സൂപ്പർ ക്ലാസ്സിലുള്ളത് 2 ക്ലാസ്സുകളാണ്. ഒന്ന് സോഫ്റ്റ് ഫിഷ്, സ്രാവ് കാറ്റഗറി, കോൺട്രിക്റ്റിയസ്. ഒന്ന് ഓസ്റ്റിക്റ്റിയസ്, മുള്ളുള്ള ഫിഷ്. പിന്നെ താടിയിലുള്ളിൽ തന്നെ ഫിഷ് അല്ലാത്ത ആളുകളെയാണ് ടെട്രാപോഡകൾ, 4 കാലികൾ. പിന്നെ ഇതിലെന്താണ്? ടെട്രാപോഡകൾ, 4 കാലികൾ. 4 കാലിയിൽ വരുന്നതാണ് തവള, അംഫീബിയ, അവരുടെ ക്ലാസ്. പിന്നെ 4 കാലിയിൽ വരുന്നതാണ് പാമ്പ്. പാമ്പ് ഒരു 4 കാലിയാണ്. അതിനകത്ത് ആ ക്ലാസ്സിൽ പെടുന്നതാണ് റെപ്റ്റൈൽസ് ഒക്കെ. അതായത് പല്ലൊരു 4 കാലിയാണ്. പല്ലെന്താണ്? പല്ലി 4 കാലിയാണ്. പല്ലി റെപ്റ്റീലിയ. പിന്നെ 4 കാലിയിൽ വരുന്നതാണ് പക്ഷികൾ. കോഴി ഒരു 4 കാലിയാണ്, ഏവ്സ്. പിന്നെ എന്താണ്? പിന്നെ മാമൽസ്, പൂച്ച, മനുഷ്യരും എന്താണ്? ഒരു 4 കാലിയാണ്. അപ്പം ടെട്രാപോഡ. അപ്പം ഇത് മനസ്സിലായോ? ഇത് സൂപ്പർ ക്ലാസ് ടെട്രാപോഡ. ഇതെന്താണ്? സൂപ്പർ ക്ലാസ് ടെട്രാപോഡ. അതിലുള്ള ക്ലാസ് ആണിത്, ക്ലാസ് അംഫീബിയ. ഇത് ക്ലാസ് അടിയിലുള്ളത്, മേലത്തെ സൂപ്പർ ക്ലാസ്. ഓക്കെ അല്ലേ? 4 കാലികളുടെ സൂപ്പർ ക്ലാസ് ആണ്. അപ്പോൾ അതിൽ പെടുന്നതാണിത്. അപ്പോൾ ഇതിനകത്ത് ചോദിക്കാറുണ്ട്. ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. ഇതെന്ന് ഇപ്രാവശ്യമൊക്കെ മോഡലിന് വന്ന ഇതാണ്. ഇനി നിങ്ങളോട് ചോദിക്കുന്ന സംഭവമാണ് പിന്നെ ഇത് പിക്ക് ദ ഓഡ് വൺ ഔട്ട്. ഇതിനെന്ത് ചെയ്യാക്കാനാണ്? ഇതിനെ എന്താക്കാനാണ്? ഒരാളെ പുറത്താക്കാൻ, ആരെയും പുറത്താക്കണ്ട. അതിനകത്ത് പിക്ക് ദ ഓഡ് വൺ ഔട്ട്. ഇതിൽ പെടാത്തതാരാ? പില എടുത്ത് നോക്കിയപ്പോൾ അതിൻ്റെ താഴെ ഒരു ഒച്ച ഉണ്ടായിരുന്നു. അപ്പോൾ അത് മൊളുസ്കയിലാണ്. സെപ്പിയ എന്താണ്? സെപ്പിയൻ്റെ വീട്ടിൽ ഒച്ചുണ്ട്. അപ്പോൾ സെപ്പിയും ഏതിലാണ്? ഒച്ചിൽ പെടും. സെപ്പിയൻ്റെ വീട്ടിൽ എന്തുണ്ട്? ഒച്ചുണ്ട്. അപ്പോൾ എന്താ സെപ്പിയനെയും നമ്മൾ ഏതിൽ പെടുത്തിയിട്ടുണ്ട്? സെപ്പിയ എന്ന് വിളിക്കേണ്ട, സെപ്പിയ മൊളുസ്കയിലേക്ക് പോയിട്ടുണ്ട്. മനസ്സിലായില്ലേ? സെപ്പിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ കൂന്തൽ ഒക്കെ ടൈപ്പില്ലേ, അതിൽ പെടുന്നതാണ്. അപ്പോൾ മൊളുസ്കയാണ്. മനസ്സിലായോ? പിന്നെ ലോലിഗോ എന്താണ്? ലോലിഗോ എന്ന് പറഞ്ഞാൽ സ്ക്വിഡ് കാറ്റഗറിയിൽ, അതും മൊളുസ്കയാണ്. അപ്പം നിറീസ് ഏതാണ്? നിറീസ് അണ്ണനാണ്. നിറീസ് അന്നലിഡയാണ്. നിറീസ് അണ്ണൻ നമ്മൾ വിളിക്കാറില്ലേ എപ്പോഴും? സൈഡിൽ ഇങ്ങനെ പാരപ്പോടിയം വെച്ച് നടക്കുന്ന ഇതാണ് നമ്മുടെ നിറീസ് അണ്ണനെ നടക്കാൻ വേണ്ടിയിട്ട് എന്തുണ്ട്? പാരപ്പോടിയം ഉണ്ട്. അപ്പം നിറീസ് എന്താണ്? നിറീസ് അണ്ണനാണ്, അനലിഡയിലാണ്. ബാക്കിയെല്ലാം പില എടുത്ത് നോക്കിയപ്പോൾ ഒച്ചിനെ കണ്ട്, മൊളുസ്കയാണ്. സെപ്പിയേൻ്റെ വീട്ടിൽ ഒച്ചുണ്ട്, അപ്പോൾ അതും മൊളുസ്കയാണ്. ലോലിഗോ ഒരു ലോലിഗോ ഇല്ല, ഒരു വഴുവഴുപ്പ്, ലോലിഗോ, അപ്പോൾ അത് ഒച്ചിൽ പെടുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ഒച്ചാണ്. ഒച്ചല്ലാത്തത് ഇവിടെ ആരേ ഉള്ളൂ? നമ്മുടെ അണ്ണനേ ഉള്ളൂ, നിറീസ് അണ്ണന്. അപ്പം നിറീസ് അണ്ണൻ ഇങ്ങനെയാണ്. അത് അനലിഡയിലാണ്, അത് മണ്ണിരേൻ്റെ കുടുംബത്തിലാണ്. മനസ്സിലായില്ലേ? അപ്പം
അതാണ്. അപ്പോൾ അത് പേര് തന്നെ ഉണ്ട്, അണ്ണ 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 അണ്ണ. അപ്പം ഇതിനകത്ത് ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കൂ, ഓക്കെ അല്ലേ? സോ വി ആർ മൂവിങ് ഇൻ ടു ലാസ്റ്റ്. നമ്മൾ ഈ ക്ലാസ് എന്ത് ചെയ്യാണ്, വൈൻഡപ്പ് ചെയ്യാണ്. അങ്ങനെ നമ്മുടെ തവളച്ചാർ വന്നിരിക്കുന്നു, തവള വന്നിരിക്കുന്നു. ഇതിനകത്ത് എന്താണ് പറയുന്നത്? നെയിം ദ ക്ലാസ് ടു വിച്ച് അനിമൽ ബിലോങ്. ഇത് ഏത് ക്ലാസ് ആണ്? ഇത് നമ്മളൊരു തവളയല്ല. അതിനകത്ത് എന്താണ്? ആമയുടെ ക്ലാസ് ഏതാണെന്നറിയോ? ആമയുടെ ക്ലാസ് ഏതാ? ആമ ഇഴഞ്ഞു പോകുന്ന ജീവിയല്ലേ? ആമ റെപ്റ്റൈൽസ് ആണ്. മുതലയുടെ പല്ലിയുടെ ഒക്കെ ക്ലാസ്സിലാണ് ആമ, മനസ്സിലായില്ലേ? അപ്പം ആമ റെപ്റ്റൈൽസിലാണ്, ക്ലാസ് റെപ്റ്റീലിയ. എന്താണ്? റെപ്റ്റീലിയ, അതാണ് ആമേൻ്റെ ക്ലാസ്. അപ്പം ആമേൻ്റെ ക്ലാസ്സിൽ ആമ ഇങ്ങനെ വീശി ബെസറി നടക്കുകയാണ്. ആമ കണ്ടില്ലേ ആമേൻ്റെ നടത്തം? അതെ. അപ്പം ആമ ഏത് ക്ലാസ്സിലാണ്? ആമ റെപ്റ്റീലിയ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അർത്ഥം എന്നറിയോ? ഇങ്ങനെ എഴഞ്ഞു പോകുന്നവർ എന്നാണ്, ക്രോളിങ് എന്നാണ് ഇതിൻ്റെ മീനിങ്, മനസ്സിലായോ? അപ്പം ഇഴഞ്ഞു പോകുന്നവരുടെ ക്ലാസ് ആണ് റെപ്റ്റീലിയ. അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരിങ്ങനെ ഇഴഞ്ഞു പോകുന്നുള്ളൂന്നേ. പാവങ്ങളാണ്. എന്താണ് അതിനകത്തെ? ഇവർക്ക് ശരീരത്തിന് ഒരു ചൂടുണ്ടാവില്ല. ഈ പല്ലിക്കൊക്കെ എന്താണ്, പുറത്ത് ഭയങ്കര തണുപ്പാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യും? ഭയങ്കര തണുപ്പായിരിക്കും അല്ലേ പാവങ്ങൾ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയ ഒരവസ്ഥ. നമുക്ക് പുറത്ത് തണുപ്പാണെങ്കിൽ നമ്മുടെ ശരീരം എന്ത് ചെയ്യും? നല്ല വിറക്കൂല, ഇങ്ങനെ ചൂടാക്കാൻ വേണ്ടിയിട്ട് ശരീരത്തിലെ രോമങ്ങളൊക്കെ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കും. അതുപോലെ തന്നെ എന്ത് ചെയ്യും? ഭയങ്കരമായിട്ട് കുളിരിങ്ങനെ വിറക്കും നമ്മൾ തണുപ്പിൽ. കാരണം എന്താ? ശരീരം അതേ ചൂടാക്കുകയാണ്. ശരീരത്തിൻ്റെ മെക്കാനിസമാണ്. മസിൽസൊക്കെ എന്ത് ചെയ്യും? ഇങ്ങനെ കൺട്രാക്ട് ചെയ്യും, മനസ്സിലായില്ലേ? ഹെയറുകളൊക്കെ ഇങ്ങനെ ഇറക്റ്റായി നിൽക്കും. അതെന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരത്തെ ചൂടാക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇവന്മാർക്ക് അങ്ങനെയൊന്നുമില്ല. പുറത്ത് തണുപ്പാണെങ്കിലേ ഇവരുടെ ശരീരത്തിന് എന്തില്ല? നമ്മുടെ ശരീരം എപ്പോഴും 37 ഡിഗ്രിയിൽ നിലനിർത്താൻ നോക്കും, ചൂടുണ്ടാവും. പക്ഷേ ഇവർക്ക് അങ്ങനെയില്ല, അവർ പൊയ്ക്കിലോതെർമസ് ആണ്. അപ്പം ഇവരുടെ ഈ ഫീച്ചേഴ്സൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവരുടെ ഫീച്ചേഴ്സ് എന്താണ്? ഒന്ന് പൊയ്ക്കിലോതെർമസ് ആണ്. ഇവർക്ക് ബോഡിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരു പ്രത്യേക ടെമ്പറേച്ചർ നിലനിർത്താനുള്ള കഴിവില്ല. അപ്പോൾ പുറത്ത് തണുപ്പാണെങ്കിൽ ഇവരുടെ ശരീരം എന്ത് ചെയ്യും? തണുപ്പിലോട്ട് പോകും. അപ്പം അങ്ങനെ. പിന്നെ സ്കിൻ, അതിനെ പൊയ്ക്കിലോതെർമസ് എന്നാണ് വിളിക്കുക. കോൾഡ് ബ്ലഡഡ് അനിമൽസ്, തണുത്ത രക്തമുള്ളവർ എന്നോർത്ത് വെച്ചാൽ മതി. കോൾഡ് ബ്ലഡഡ് അനിമൽസ്. അപ്പം നമ്മുടെ പല്ലി, ആമ ഒക്കെ എന്താണ്? കോൾഡ് ബ്ലഡഡ് ആണ്. പിന്നെ ഇവർക്ക് എന്ത് ചെയ്യും? പല്ലിക്ക് ഇതിനകത്ത് പാമ്പ് ഓർത്താൽ മതി. പാമ്പിന് അതിൻ്റെ തൊലി എന്ത് ചെയ്യും? പൊടിഞ്ഞു പോകും. തൊലി പൊടിച്ചു. പാമ്പ് ജീവിക്കുന്ന സ്ഥലങ്ങളിൽ കാണാം പാമ്പിൻ്റെ തൊലി ഇങ്ങനെ പൊളിഞ്ഞു കിടക്കുന്നത്. അപ്പോൾ സ്കിൻ ഷെഡ് ആസ് കാസ്റ്റ്. അപ്പോൾ പൊഴിക്കും എന്നുള്ളതിനെയാണ് ഇംഗ്ലീഷിൽ സ്കിന്ന് ഷെഡ്, തൊലി പൊഴിക്കും, മനസ്സിലായില്ലേ? പിന്നെ അവർക്ക് ഡ്രൈ കോർണിഫൈഡ് സ്കിന്ന്, നല്ല കട്ടിയുള്ള മുതലയുടെ തൊലിക്കട്ടിയാണ് അവനെന്ന് പറഞ്ഞു കേട്ടിട്ടില്ല ചില ആളുകളെ കുറിച്ച്? അവൻ്റെ ഒരു തൊലിക്കട്ടി കണ്ടോ? മുതലയുടെ തൊലിക്കട്ടിയാന്ന് പറയും. ഡ്രൈ കോർണിഫൈഡ് സ്കിൻ എന്ന് പറഞ്ഞാൽ തൊലിക്ക് ഭയങ്കര കട്ടിയാണെന്നാണ് അർത്ഥം. നല്ല വരണ്ട കട്ടിയുള്ള തൊലി എന്നാണ്. കോർണിഫൈഡ് എന്ന് പറഞ്ഞാൽ കട്ടിയുള്ള എന്നാണ്. അപ്പോൾ അതും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ നിങ്ങൾ ഇതിനകത്തെ ഇനി എന്താ ലാസ്റ്റ് എന്നറിയോ? ലാസ്റ്റ് നമ്മുടെ ക്ലാസ്സിൽ എന്തുണ്ട്? നമ്മുടെ ക്ലാസ്സിൽ ഒബീലിയൻ്റെ കഥ നിങ്ങൾക്ക് അറിയില്ലേ? ഒബീലിയ ക്ലാസ്സിൻ്റെ മുന്നത്തെ ബെഞ്ചിൽ വന്നിരിക്കും, ഫുൾ ടൈം ക്ലാസ്സിൽ ശ്രദ്ധിക്കും. ഇപ്പം നിങ്ങളൊക്കെ ഈ ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്ന പോലെ. പിന്നെ ഒരാഴ്ച ഒബീലിയൻ എന്ത് ചെയ്യില്ല? ഒബീലിയ ഒരു അഡ്രസ്സും ഇല്ലാന്ന്, വീട്ടുകാർക്കും അറിയില്ല, നാട്ടുകാർക്കും അറിയില്ല ഒബീലിയ എവിടെയാണ്. ഒബീലിയ കുടയും എടുത്ത് കറങ്ങാൻ ഇറങ്ങിയിരിക്കുകയെന്നാണ് പറയുന്നത്, മനസ്സിലായില്ലേ? അപ്പോൾ ഈ പരിപാടിക്ക് നമ്മൾ എന്താ വിളിക്കുക? മെറ്റാജനസിസ്. എന്താണ്? മെറ്റാജനസിസ്. ഒബീലിയ കുടയെടുത്ത് കറങ്ങിയിരിക്കുക, നാട്ടുകുമില്ല വീട്ടിലുമില്ല. ഒബീലിയനെ പിന്നെ കാണാനേ ഇല്ലാന്നേ. ക്ലാസ്സിൽ ഇത്രയും ശ്രദ്ധിച്ചിരുന്നൊരു കുട്ടി ഉണ്ടായിരുന്നില്ല ആദ്യം. ഒരനക്കം ഇല്ലാതെ അവിടെ ഇരിക്കും, പോളിപ്പ് ഫോമിൽ. എന്ത് ഫോമിലാണ്? പോളി ഫോമിൽ. പിന്നെ എന്താണ്? പിന്നെ ഒരു അഡ്രസ്സും ഇല്ല, മെഡൂസേ ഫോമാണ്, കറങ്ങി നടക്കുന്നത്. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? മെറ്റാജനസിസ് എന്ന് വിളിക്കുക. അപ്പോൾ ഒബീലിയ ചെയ്യുന്ന ഈ പരിപാടിയാണ് എന്ത്? മെറ്റാജനസിസ്. Metagenesis is a characteristic phenomenon of this phylum. Identify the phylum. ഇതേത് ഫൈലമാടാ? ഒബീലിയയുടെ ക്ലാസ് അല്ലേ നമ്മൾ പറഞ്ഞ ഫൈസലും ജോർജും ആദമൊക്കെ ഇരിക്കുന്ന ക്ലാസ്സാണ്. അതാണ് ആ ക്ലാസ്. ഒരു അടിപൊളി ക്ലാസ്സാണ്. ഒബീലിയ ഉണ്ട് ആ ക്ലാസ്സിൽ. ഒബീലിയൻ്റെ കേസ് പിന്നെ പറയണ്ട. ഒബീലിയ അതിനകത്ത് വേറെ ടൈപ്പ്. പിന്നെ അതിനകത്ത് ആരുണ്ട്? ഫൈസലുണ്ട്, ഫൈസാലിയ ഉണ്ട്, പിന്നെ ജോർജ് ഉണ്ട്, ഗോർഗോണിയ ഉണ്ട്. ഗോർഗോണിയനെ നമ്മൾ കടൽ ഫാൻ എന്നാണ് വിളിക്കുക കേട്ടോ. ജോർജ് എല്ലാവർക്കും തണുപ്പ് കൊടുക്കും, സീ ഫാനാണ്. പിന്നെ ഫൈസാലിയ, അതിനകത്ത് ഫൈസാലിയ ഒരു പടക്കപ്പൽ പോലെയാണ്, പോർച്ചുഗീസ് മാൻ ഓഫ് വാർ എന്നാണ് വിളിക്കുക. പിന്നെ
അതിൽ പെന്നാട്ടുന്ന ആളുണ്ട്, പെന്നാറ്റുല, സീപ്പെൻ, കടലിലെ പേന, കടലിൽ പേന പോലെ സീപ്പെൻ എന്ന് പറയുന്ന ജീവിയുണ്ട്, പെന്നാറ്റുല ഉണ്ട്, പിന്നെ മീൻഡ്രീന ഉണ്ട്, മീൻഡ്രീന, അതൊക്കെ മീൻഡ്രീന ഒക്കെ അതിലാണ്, മനസ്സിലായില്ലേ. ബ്രെയിൻ കോറൽ എന്ന് വിളിക്കുന്ന ജീവിയുണ്ട്, മീൻഡ്രീന, ബ്രെയിൻ കോറൽ. പിന്നെ ആദമുണ്ട്, ആഡംസിയ ഉണ്ട്, ഹൈഡ്ര ഉണ്ട്, പിന്നെ ഒറീലിയ പറഞ്ഞു, ഒബീലിയ പറഞ്ഞു. ഇവരുടെ ക്ലാസ്സാണത്, മനസ്സിലായില്ലേ. അവരുടെ ക്ലാസ്സിലാണ് ഈ ഒബീലിയ ഉള്ളത്. ഈ ഒബീലിയ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞെടുക്കുന്ന ഒബീലിയ ഉള്ളത് ഇവരുടെ ക്ലാസ്സിലാണ്, മനസ്സിലായില്ലേ. ഇതൊരു എന്താ പറയുക, ഒരു ജാങ്കോ ക്ലാസ്സാണ് ഇതിനകത്ത്. അപ്പോൾ ഐഡൻറ്റിഫൈ ദ ഫൈലം. ഇത് ഏത് ഫൈലമാണെന്ന്, ഇത് നിഡേറിയാണ്. ഇവരുടെ കയ്യിലാണ് ആ ബോംബ് ഉള്ളത്. ഇവരുടെ കയ്യിലാണ് ഏതുള്ളത്, ആ ഒരു നിഡോബ്ലാസ്റ്റ് ഇല്ലേ, ആളെ പേടിപ്പിക്കുന്ന സംഭവം, നിഡോബ്ലാസ്റ്റ്. ആളെ എറിഞ്ഞിട്ട് ആളെ പിന്നെ അതിനകത്ത് അപ്പം ഇവരെ ക്ലാസ്സിലേക്ക് ആരും വരില്ല. കാരണം ഇവർക്ക് എന്തുണ്ട്, നിഡോബ്ലാസ്റ്റ് ഉണ്ട്. വന്ന് കഴിഞ്ഞവൻ പിന്നെ വഴിക്ക് എന്ത് ചെയ്യില്ല, ഓടിയ വഴിക്ക് പുല്ല് മുളക്കൂല. കാരണം എന്തുണ്ട്, ഇവരുടെ അടുത്തൊരു കൂർത്ത സാധനമുണ്ട്, അതിങ്ങോട്ട് വരിഞ്ഞിട്ട് അങ്ങോട്ട് മുറുക്കി കളയും, മനസ്സിലായില്ലേ, നിഡോബ്ലാസ്റ്റ്. അപ്പം ഇനി ഇതിൻ്റെ ഇതിൻ്റെ ഫൈലം എക്സാമ്പിൾ പറയാനാണ്. ഈ ക്ലാസ്സിൽ എക്സാമ്പിൾ പറയാനാണ്. നമ്മളതിനകത്ത് ഒബീലിയനെ പറഞ്ഞാൽ മതി, മനസ്സിലായില്ലേ. ഈ ബോംബൊക്കെ വെച്ച് നടക്കുന്ന ഇതിനകത്ത് ക്ലാസ് ഏതാണ്, ഒബീലിയാണ്. ഏതാണ്, ഒബീലിയ. ഗീവൺ എക്സാമ്പിൾ എന്ന് ചോദിച്ചാൽ ഒബീലിയാണ്. പിന്നെ അതിൻ്റെ 4 ഫീച്ചേഴ്സ് പറയാനാണ്. 4 ഫീച്ചേഴ്സ് പറയാൻ അതിനകത്ത് ഇവർക്ക് ശരീരത്തിൽ 2 ലെയറേ ഉള്ളൂ. പോളിപ്പ് മെഡൂസെ ഫോം എന്നിട്ടെന്ന് പറയാം. പിന്നെ ബോഡിയിൽ അവയവം വെക്കാൻ അവയവങ്ങളൊന്നും. ഒബീലിയക്ക് എന്തില്ല, ഒബീലിയ നിങ്ങൾ എന്താ വിചാരിച്ചു, ഒബീലിയക്ക് ബോഡിക്ക് അവയവങ്ങളൊന്നും വെക്കാനുള്ള സ്ഥലമില്ല, മനസ്സിലായില്ലേ. അസീലോമേറ്റ് ആണ്. പിന്നെ ഇവർ ശരീരത്തിന് 2 ലെയറാണ്, ഡിപ്ലോബ്ലാസ്റ്റിക് ആണ്. അപ്പം ഡിപ്ലോബ്ലാസ്റ്റിക്, അസീലോമേറ്റ്, പിന്നെ പോളിപ്പ് മെഡൂസെ ഫോം. പിന്നെ ഇവരുടെ പ്രശ്നം എന്താണെന്നറിയോ, ഈ ഫൈസൽ, ആദം ഇവരുടെയൊക്കെ ക്ലാസ്സിൻ്റെ ഒരു പ്രശ്നം, ഇവർക്ക് എന്താ പ്രശ്നം എന്നറിയോ, ഇവരുടെ ക്ലാസ്സിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഇവരുടെ ക്ലാസ്സിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഭക്ഷണം കഴിക്കാനും വേസ്റ്റ് പോകാനൊക്കെ വേണ്ടിയിട്ട് ഒറ്റ ഓപ്പണിങ്ങേ ഉള്ളൂ, മനസ്സിലായില്ലേ. അപ്പോൾ ഇത് സിംഗിൾ ഗാസ്ട്രോവാസ്കുലാർ കാവിറ്റി എന്നാണ് വിളിക്കുക. ഇവർക്ക് എന്താണ്, ഒരു ഓപ്പണിങ്ങേ ഉള്ളൂ. ഇതിലൂടെയാണ് ഫുഡ് കാര്യങ്ങൾ വരുന്നത്, ഇവരുടെ വേസ്റ്റ് കാര്യങ്ങളൊക്കെ. അപ്പോൾ സിംഗിൾ ഗാസ്ട്രോവാസ്കുലാർ കാവിറ്റി എന്താണ്, സിംഗിൾ ഗാസ്ട്രോവാസ്കുലാർ കാവിറ്റി. സാധാരണ ജീവികൾക്ക് എന്തുണ്ടാവും, ഒരു ഓപ്പണിംഗ് ഉണ്ടാവും, പിന്നെ വേസ്റ്റ് പോകുന്ന ഒരു ഓപ്പണിംഗ് ഉണ്ടാവും. അപ്പോൾ ഈ നിഡേറിയൻസ് കാറ്റഗറിയിൽ ഈ ജീവികൾക്ക് എന്താണ്, സിംഗിൾ ഗാസ്ട്രോവാസ്കുലാർ കാവിറ്റിയാണ്. അപ്പോൾ അതോട് കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, സ്റ്റോപ്പ് ആക്കുകയാണ്. അപ്പോൾ ഓക്കെ അല്ലേ, ഒരു ലൈക്ക് കമൻ്റ് ഒക്കെ തന്നിട്ട്. ഇതിനകത്ത് അനിമൽ കിങ്ഡത്തിലെ ഒരു ഐ തിങ്ക് ഇറ്റ് വാസ് എൻ ഗുഡ് ക്ലാസ് ഫോർ യു. സോ വി ആർ സ്റ്റോപ്പിംഗ് ഹിയർ.